സർവാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ 3 ദിവസമായി നമ്മുടെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തിദ്കാറെ ജീലാനിയുമായി ബന്ധപ്പെട്ട സദസ്സ് ഇന്ന് സമാപിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ ബഹുമാന്യരായ ചാലിശ്ശേരി തങ്ങൾ ദുആഇന് നേതൃത്വം നൽകാൻ നമ്മുടെ സദസ്സിൽ എത്തിച്ചേരും. ഏതൊരു സദസ്സും ഏതൊരു നല്ല മജ്‌ലിസും ലഭിച്ചാൽ അതിലേറ്റവും വലിയ ഭാഗ്യം നേടിയെടുക്കുന്നവരാകണം നമ്മളെല്ലാവരും. സഹോദരിമാരുടെ സദസ്സ് ഞാനിവിടുന്ന് കാണുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ കസേരയുണ്ടെങ്കിൽ ആ കസേരയിലേക്ക് കയറിയിരിക്കുമ്പോൾ 2 കൂലിയുണ്ട്. ഒന്ന്, മുന്നിലേക്ക് കയറിയിരുന്നു എന്നൊരു കൂലിയും പിന്നിൽ ഒരാൾക്ക് വരാനുള്ള ഒരു ചാൻസ് നമ്മൾ ഒഴിവാക്കി കൊടുത്ത കൂലിയും. 3 കാര്യങ്ങൾ ഒരു വിശ്വാസി അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ നടക്കാൻ കഴിയാതെ കാൽമുട്ട് നിലത്ത് വെച്ച് അവൻ്റെ 2 കൈകളിലായി 2 ചെരുപ്പ് ഏന്തി വളരെ സാഹസികമായി അവൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാലാക്കി മാറ്റി അവൻ നീന്തിയും ഇറങ്ങിയും മൂളിയൊക്കെ ആ സംഗതിയിലേക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽ ഒന്നാണ് ഒന്നാമത്തെ സ്വഫിൻ്റെ മഹത്വം. ഇന്ന് പള്ളികളിലൊക്കെ ഒന്നാമത്തെ സ്വഫ് കാലിയ. പലപ്പോഴും പോയി നോക്കിയാൽ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, നമ്മൾ പിറകിലാകരുത്. നമ്മളെപ്പോലെ അക്ഷരാഭ്യാസം ലഭിക്കാത്ത, അല്ലെങ്കിൽ അത് ശീലിച്ചിട്ടില്ലാത്ത, നമ്മളെപ്പോലെ പഠിക്കാൻ സൗകര്യങ്ങളുള്ള മദ്രസകളൊന്നും കിട്ടാത്ത നമ്മുടെ വല്യപ്പമാർ, അവർ നാളെ അള്ളാഹുവിൻ്റെ ഹളറത്തിൽ മുൻപന്തിയിൽ, മുൻ സീറ്റിൽ അവരെത്തും. കാരണം ഒന്നാമത്തെ സ്വഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവന. അവരുള്ള കാലത്ത് ഒന്നാമത്തെ സ്വഫ് കാലിയായി കിടക്കും? ഇല്ല. ഇന്ന് 1-ാം സ്വഫിലേക്ക് ആരെങ്കിലൊക്കെ വരട്ടെ എന്ന് കരുതി 1-ാം സ്വഫ് ഇങ്ങനെ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുക. ആ 1-ാം സ്വഫ് അവിടെ നിൽക്കുമ്പോൾ പിറകിലുള്ള സ്വഫ്, ഏറ്റവും പിറകിലുള്ള സ്വഫിൽ ആദ്യമായി ആളുകൾ വന്നിരിക്കുക. 1-ാം സ്വഫിന്റെ മഹത്വം അറിഞ്ഞാൽ ആളുകൾ അതിന് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിലും എത്തുമായിരുന്നു. മറ്റൊന്ന്, നമ്മുടെ സമൂഹം പിന്തിപ്പോകുന്ന ഒന്നാണ് സുബ്ഹിന്റെ ജമാഅത്ത്. വലിയ മഹത്വമുള്ള ജമാഅത്താണ്. ഈമാനിനെ വിലയിരുത്തപ്പെടുന്ന ജമാഅത്തുകളിൽ ഒരു ജമാഅത്താണ് സുബ്ഹിന്റെ ജമാഅത്ത്. സുബ്ഹിന്റെ ജമാഅത്തിന് വരാത്തവരെ പറ്റി സ്വഹാബത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? അവന്റെ ഈമാനിൽ എന്തോ ഒരു കുറവുണ്ട്. അങ്ങനെ ഒരു കുറവ് നമ്മുടെ കാലത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ കുറവുള്ളവരേ ഉണ്ടാവും. കൂടുതലുള്ളവര് ഒരു 400 കുടുംബം താമസിക്കുന്ന ഒരു മഹല്ലില് ഇങ്ങനെ എണ്ണിയാൽ തീരും. കുറവുള്ളവരെ എണ്ണിയാൽ ഒരുപാട് എണ്ണങ്ങൾ വേണ്ടി വരും. എണ്ണാൻ 1000 മണിയുടെ മാലയൊക്കെ വേണ്ടി വരും. നേടിയെടുക്കേണ്ട വലിയൊരു മഹത്വം തന്നെയാണ്. ഇപ്പൊ ഒരു വീട്ടിൽ ഒരു മൗലിദിന്റെ മജ്‌ലിസ് നടക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, അവിടെ കുറെ സ്ഥലമുണ്ട്.
അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലത്താണ് ഉസ്താദുമാരൊക്കെ ഇരുന്ന് മൗലിദ് ചൊല്ലുന്നത്. ഇങ്ങനെ പുറത്ത് ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ കുറേ കസേര ഇട്ടിട്ടുണ്ട്. ഏതാ എളുപ്പം ഫില്ലാകുക? പുറത്തെ കസേര. അതല്ല ഫില്ലാകേണ്ടത്, അകത്ത് ഫില്ലാകണം ആദ്യം. വസ്സാബിഖൂന സാബിഖൂൻ, ഇവിടെ നന്മയിൽ മുന്നിട്ട് നിൽക്കുന്നവർ അവിടെയും നന്മയിൽ മുന്നിലാണ്, സ്ഥാനത്തും മുന്നിലാണ്. അവിടെ എത്തുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹം വരും, ഞാനാകണം മുന്നിൽ, ഞാനാകണം അടുത്ത്, ഞാനാകണം തൊട്ടടുത്ത്. പക്ഷെ അതിന് ഇവിടെ നിന്ന് ഒരുക്കണം. ഇവിടെ നന്മയിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നന്മയിലും അവിടെ സ്ഥാനങ്ങളിലും അവർ മുൻപന്തിയിലാണ്. അവിടെയുള്ള കാറ്റഗറി അങ്ങനെയാണ്. അല്ലാതെ കുടുംബം പരിഗണിച്ചിട്ടല്ലത്. കുടുംബം നോക്കിയിട്ടോ കുലമഹിമ നോക്കിയിട്ടോ നാട് നോക്കിയിട്ടോ നാട്ടുകാരെ നോക്കിയിട്ടോ ഒന്നുമല്ല. നന്മകളിൽ കുതിച്ചു ചാടിയ, അതിലൊരുപാട് മുന്നൊരുക്കം നേടിയ ആളുകളാണെങ്കിൽ അവിടെ അങ്ങനെയാണ്. അവിടെ അതിന് വലിയ സ്ഥാനം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ സഹോദരിമാരെ കൂട്ടത്തിൽ കറക്റ്റ് നിസ്കാരം, എന്ത് ജോലിയാണെങ്കിലും നിസ്കാരം വിട്ടിട്ട് ഒരു കളിയില്ല എന്ന നിലക്ക് ശ്രദ്ധ പുലർത്തുന്ന സഹോദരിമാർ അവിടെ വളരെ ഫസ്റ്റ് ഗ്രേഡിലായിട്ട് മുന്നിലായിരിക്കും. കൂട്ടത്തിൽ സ്വഭാവവും പെരുമാറ്റവും അനുസരണവും ഒക്കെ നന്നാക്കുകയും കൂടി വേണം. എന്നാ പിന്നെ കുറഞ്ഞ ഇബാദത്ത് മതി സഹോദരിമാർക്ക്. ആണുങ്ങൾക്കത് പോരാ. ആണുങ്ങൾക്ക് കുറഞ്ഞ ഇബാദത്ത് പോരാ, അവർക്ക് അധികം ഇബാദത്ത് വേണം. കാരണം ഫർള് കിഫായ എന്ന് പറയുന്ന ഒരു ബാധ്യതയുണ്ട്. അത് മുഴുവനും പുരുഷന്മാർക്കാണ്, അല്ലേ? സ്ത്രീകൾക്ക് എവിടെ ഫർള് കിഫായ ഉണ്ടോ? ജനാസ കുളിപ്പിക്കൽ ബാധ്യത, അത് കഫൻ ചെയ്യൽ, മറവ് ചെയ്യൽ, നിസ്കരിക്കൽ. ഒന്ന് കൂട്ടി നോക്കൂ. നാട്ടിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു രോഗി, ആ രോഗിയെ നോക്കേണ്ട ചുമതല ആർക്കാ? ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്കല്ല. പുരുഷന്മാർക്കാണ് ആ ബാധ്യത. നാട്ടുകാരോട് മൊത്തം വരും ചോദ്യം, എന്തുകൊണ്ട് ആ മനുഷ്യനെ നോക്കിയില്ല? മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആരാകട്ടെ ഒരു മനുഷ്യനല്ലേ? ഒരു മനുഷ്യൻ രോഗഗ്രസ്തനായി കിടന്നു, നാട്ടുകാരൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്ന് കൂട്ടിക്കോളൂ. ആ നാട്ടിലെ മൊത്തം മുസ്ലിങ്ങളും ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, ആരും ഏറ്റെടുക്കാത്ത ഒരു മനുഷ്യനെ, അദ്ദേഹം നോക്കിയിട്ടൊരു മുസ്ലിമാണ്, പക്ഷെ നമ്മളെ നാട്ടുകാരൊന്നല്ല, ഏതോ നാട്ടിലുള്ള ആളാ, പക്ഷെ ആരും ഏറ്റെടുക്കുന്നില്ല. പക്ഷെ ആരേറ്റെടുക്കണം? മുസ്ലിങ്ങൾ ഏറ്റെടുക്കണം. മരിച്ച ആളെ ഏറ്റെടുക്കാൻ കുറെ ചെലവില്ലേ? ആ ചെലവൊക്കെ പൊതു മുസ്ലിങ്ങൾ വഹിക്കണം, ബാധ്യതയാ. നമ്മളെ നാട്ടിലാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ റോഡ് സൈഡിൽ കൊണ്ടിടാൻ പറ്റുമോ? പറ്റില്ല. നമ്മോട് കൽപ്പനയുണ്ട്. മുസ്ലിമാണോ അമുസ്ലിമാണോ തിരിച്ചറിയുന്നില്ല, ആരും ഏൽക്കുന്നില്ല. അപ്പോഴും മുസ്ലിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒരു മനുഷ്യ ശരീരമാണ്, അതിനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. കഫൻ ചെയ്യാന്നാണ് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒന്നല്ല, ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ അതിനൊരു ബഹുമാനമുണ്ട്. മുസ്ലിമിന് കുഴിക്കുമ്പോൾ ഖബർ കുഴിക്കണം. ഒരു പൊതു സ്ഥലത്ത്, പൊതു ശ്മശാനം നാട്ടിലുണ്ടെങ്കിൽ അവിടെ അടക്കം ചെയ്യണം. മയ്യത്തുസ്കാരം ആളറിയാത്തോണ്ട് ഉണ്ടാവില്ലല്ലോ. എന്താ ബാധ്യത? ഫർള് കിഫായകളൊക്കെ നമ്മുടെ പെരടിയിലാണ്. അത് ചെറിയൊരു ബാധ്യതയാണെന്ന് കണക്കൂട്ടരുത്, വലുതാണ്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ഇബാദത്തുകളെ അല്ലാഹു തആല അവർക്ക് കൽപ്പിച്ചിട്ടുള്ളൂ. അവർക്ക് ഡ്യൂട്ടിയൊക്കെ വേറെയുണ്ട്, അതിന് എളുപ്പം കിട്ടാൻ. ഇങ്ങനെ ഫർള് കിഫായയുടെ ഡ്യൂട്ടികളൊന്നും അധികവും അവർക്കില്ല. അത് വളരെ എളുപ്പത്തിന് കൊടുത്തതാണ് അങ്ങനെ. അല്ലാതെ അവരെ താഴ്ത്തിയതോ ഇകഴ്ത്തിയതോ തള്ളിയതോ ഒന്നുമല്ല. അള്ളാഹു അവർക്ക് ചെയ്ത എളുപ്പമാണ്. കുറഞ്ഞ ഇബാദത്ത് ചെയ്താൽ തന്നെ അവർക്ക് പെട്ടെന്ന് 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 മുൻപന്തിയിൽ എത്തിച്ചേരാൻ കഴിയും. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഒരല്പ കാര്യങ്ങൾ കൂടി സംസാരിക്കാനേ നമുക്ക് സമയമുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്ന് നാടുകളിലൊക്കെ
എല്ലാ ബാപ്പമാരും ഉമ്മമാരും ആഗ്രഹിക്കുന്നത് മക്കളിൽ നിന്നുള്ള സ്നേഹവും അനുസരണവുമാണ്, അല്ലേ? അതാഗ്രഹിക്കാത്തവരാരുമില്ല, ആരുമില്ല അതാഗ്രഹിക്കാത്തവർ. എൻ്റെ മക്കൾ എന്നെ അനുസരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു പിതാവാണ്. പക്ഷെ അതിന് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാദ്യം പറയാം, എന്നിട്ട് മക്കളിലേക്ക് വരാം. മക്കളെ അനുസരിക്കാൻ ബാപ്പയും ഉമ്മയും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അവരുടെ ജീവിതത്തിൽ അവര് നല്ല മാതൃകായോഗ്യരായിരിക്കണം. ബാപ്പയും ഉമ്മയും മാതൃകാ പുരുഷന്മാരാകണം. ബാപ്പയിലും ഉമ്മയിലും വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിൽ അത് സ്വകാര്യ വീക്ക്നെസ്സുകളാണെങ്കിലും മക്കളിലൂടെ അത് പുറത്തേക്ക് വെളിവാകുന്നതാണ്. അൽ വലതു സിർറു വാലിദിഹി, മക്കൾ ബാപ്പാന്റെയും ഉമ്മാന്റെയും രഹസ്യമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ രഹസ്യ ജീവിതത്തിൽ എന്തെല്ലാം മറകളും പോരായ്മകളും വീക്ക്നെസ്സുകളും ഉണ്ടോ അതിവിടെ പുറത്തു വരും. അതുകൊണ്ട് മാതൃകാ ജീവിതം നയിക്കാൻ ബാപ്പമാരും ഉമ്മമാരും നന്നേ സൂക്ഷിക്കണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക്, പഴയ കാലത്തൊരു ഉദാഹരണം പറയലുണ്ട്. ആ ഉദാഹരണം കേട്ടാൽ നിങ്ങൾക്ക് വേഗം വെളിവാകും. ഒരു ഉമ്മാക്ക് 4 മക്കളുണ്ടായിരുന്നു, ബാപ്പക്കും ഉമ്മക്കും. ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. ഇനി ഈ ഉദാഹരണം നടന്ന് നിങ്ങളുടെ നാട്ടിലാണോ എന്നറിയില്ല, ശരിക്കും ശ്രദ്ധിച്ചോളൂ. 4 മക്കളുണ്ടായിരുന്നു ഒരു ബാപ്പക്കും ഉമ്മക്കും. 4ാമത്തെ കുട്ടിയെ മാർക്കം ചെയ്യാൻ ഒരു നിലക്കും കിട്ടുന്നില്ല. ആ കുട്ടി കുതിറി ഓടുക, പിടിച്ചിട്ട് ഒരു നിലക്കും പിടുത്തം കിട്ടുന്നില്ല. എന്നെ അങ്ങനെ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ കുട്ടി തിരിച്ചു പറയുന്നു. ഒരു നിലക്കും കിട്ടാതിരുന്നപ്പോ ഉമ്മ പറഞ്ഞു, മക്കളെ എന്നാ പിന്നെ നിർബന്ധിപ്പിക്കണ്ട, ഒന്ന് ബാപ്പയെ പോലെയും കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഒന്ന് ബാപ്പയെ പോലെയും കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് പുറത്തേക്ക് വെളിവായി ആ രഹസ്യം. ബാപ്പ മാർക്കം ചെയ്തിട്ടില്ല. മാർക്കം ചെയ്യുക, ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത് പേര് സുന്നത്ത് കല്യാണാണെങ്കിലും വിഷയം നിർബന്ധമാണ്. ഹഖീഖ അറക്കും പോലെ അല്ല അത്. ഹഖീഖ അറക്കുക എന്ന് പറഞ്ഞത് സുന്നത്താണ്. അതേ സമയത്ത് മാർക്കം ചെയ്യുക, ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ സംഗതിയാണ്. അത് നടത്തിക്കൊള്ളണം, അതിൻ്റെ ആ പ്രായത്തിൽ തന്നെ നിറവേറ്റിക്കൊള്ളണം. അപ്പൊ ബാപ്പയിലും ഉമ്മയിലുമുള്ള രഹസ്യ ജീവിതത്തിലെ പോരായ്മകളൊക്കെ പുറത്തേക്ക് വരും മക്കളിലൂടെ. ഒരിക്കലും അനുവദനീയമല്ലാത്ത വിഷയങ്ങളുമായി രഹസ്യ ജീവിതത്തിൽ സംബന്ധിക്കുന്ന ബാപ്പയോ ഉമ്മയോ ആണെങ്കിൽ മക്കളിലൂടെ പരിശുദ്ധിക്ക് പകരം വെളിവായി കൊണ്ടിരിക്കുന്നത് തിന്മകളായിരിക്കും സഹോദരങ്ങളെ. അത് ഞാൻ എൻ്റെ കൂട്ടുകാരോട്, അനുജന്മാരോട് പറയട്ടെ, ബാപ്പയായതിനു ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ല അത്. പിന്നെയോ മുക്കല്ലഫായതിനു ശേഷം, അതിലപ്പുറം തെമ്മീസെത്തിയതിനു ശേഷം ജീവിതത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ഉസ്താദെ, ഞാൻ 30ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുമ്പുള്ള ജീവിതത്തിലും ആ പരിശുദ്ധി വേണം. ബാപ്പമാരും ഉമ്മമാരുമായി മാറാനുള്ളവരാണ് എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അങ്ങനെയല്ലേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഒരു കറയും ഇല്ലാത്ത, ഒരു തെറ്റും ഇല്ലാത്ത നിഷ്കളങ്കരായ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കി തരണം. മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ബാപ്പയും ഉമ്മയുമാക്കി തരണം. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ദ്വാർക്കേണ്ട ദ്വയാണത്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു സ്ഥാനം. ഞങ്ങളുടെ എൻ്റെ പിന്നിൽ നിൽക്കുന്ന മക്കൾക്ക് മുന്നിൽ നിൽക്കാൻ ബാപ്പയും ഉമ്മയും യോഗ്യരാകണം. അവരിൽ മറ്റുള്ള ആളുകളിൽ ഉള്ളതുപോലെ വീക്ക്നെസ്സുകൾ, പോരായ്മകൾ ഉണ്ടാകരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ പുറം ലോകത്തേക്ക് അത് വെളിവാകും. എന്താ മോനെ, നിനക്ക് നിസ്കാരത്തെ പറ്റി കാര്യമായി ശ്രദ്ധയില്ലാത്തത്, കാര്യമായി ബോധ്യമില്ലാത്തത് എന്താണ്? അത്
അതിന് നിങ്ങൾ എന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. എന്റെ ഉപ്പയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഗുണപാഠമാണത്. ബാപ്പ തീരെ നിസ്കരിക്കാറില്ല, നിസ്കരിക്കാനൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ ബാപ്പത് നിർവഹിക്കാത്തത് കൊണ്ട് എന്റെ മനസ്ഥിതിയും അങ്ങനെ വന്നു. ഞാനും ഇനി അങ്ങനെയാകട്ടെ എന്നൊരു ചിന്ത എന്റെ മനസ്സിലും അത് കടന്നുകൂടി. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ ആ വിഷയം മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നവരാകണം. പഴയകാലത്തെ ഉപ്പമാർ കണ്ടില്ലേ സഹോദരങ്ങളെ, ഉമ്മമാരെ കണ്ടില്ലേ? മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഖുർആൻ ഓതിയവരാണവർ. സുബ്ഹിന്റെ ശേഷമോ മഗ്രിബിന്റെ ശേഷമോ ഒരു വീട്ടിൽ താമസിക്കുന്ന ബാപ്പയും ഉമ്മയും അടക്കമുള്ളവർ എല്ലാവരും ഖുർആൻ ഓതുന്നു. ബാപ്പയും ഉമ്മയും സീരിയലുകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ മക്കള് ബ്ലൂ ഫിലിം കാണുന്നതിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാപ്പയും ഉമ്മയും എപ്പോഴും സീരിയലുകളിലാണ്. അവർക്ക് ഏതെങ്കിലും ഒരു സീരിയൽ കാണാതെ ഒരു ദിവസം ഉറക്കം വരൂല. പിന്നെ ഇപ്പുറത്ത് മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ട് എന്ത് ഫലം? ബാപ്പയും ഉമ്മയും അവരെ ജീവിതത്തിലേക്ക് അപേക്ഷിച്ചു നോക്കുമ്പോ ഈ മക്കൾ കേടുവരുന്നതിന് ആരെ പറയാനാണ്? ആരെയാ പറയേണ്ടത് സഹോദരങ്ങളെ? ആർക്കാണ് അതിനെ കുറ്റപ്പെടുത്തുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കൾ വഴിതെറ്റി പോകുന്നതിന് കാരണം പറഞ്ഞത് പ്രധാനമായും മാതാപിതാക്കളെയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും നല്ല പരിശുദ്ധിയിലാണ് ജനിക്കുന്നത്. നല്ല വിശുദ്ധ മാർഗം സ്വീകരിക്കുന്ന പക്വത അള്ളാഹു അവരെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അവരുടെ മാതാപിതാക്കളാണ് അവരെ മജൂസികളും നസ്രാനികളും അതുപോലെ തന്നെ യഹൂദികളുമാക്കി മാറ്റുന്നത്. ഇസ്ലാമിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാക്കി തീർക്കുന്നത് ബാപ്പയും ഉമ്മയുമാണ്. എങ്ങനെ? +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ പെൺകുട്ടിയുടെ കൂടെ വീട്ടിലേക്ക് വിഷയങ്ങളൊക്കെ നോക്കാന് പഠിക്കാന് റിസർച്ച് ചെയ്യാന് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നപ്പോ ബാപ്പയും ഉമ്മയും ലാഘവത്തോട് ചോദിച്ചു, മോളെ അതാരാ? അപ്പൊ മോള് പറഞ്ഞത് എൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ആണിനോട് ചോദിച്ചപ്പോ ആണ് പറഞ്ഞു എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന്. അപ്പൊ രണ്ടും റെഡിയാലോ പറഞ്ഞു. ബോയ് ഫ്രണ്ടാ എന്നാ പ്രശ്നമില്ല, ഗേൾ ഫ്രണ്ടാ എന്നാ അത്രയും കുഴപ്പമില്ല. ആ നിലക്ക് കണക്ക് കൂട്ടിയിട്ട് സ്വസ്ഥമായിട്ട് നടക്കാനും അതുപോലെ തന്നെ ചർച്ച ചെയ്യാനും കുടിക്കാനും ഉറങ്ങാനും വിശ്രമിക്കാനും എല്ലാറ്റിനും ബാപ്പയും ഉമ്മയും പെർമിഷൻ കൊടുത്താൽ പിന്നെ ഉണ്ടാകുന്നതിന് ആരെ പറയേണ്ടത്? മാലോകരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ടീച്ചേഴ്സിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, നമ്മൾ ചിന്തിക്കണം. നമുക്ക് വലിയൊരു ബാധ്യത അവിടെ ഉണ്ട്. നമ്മൾ നല്ലോണം ആലോചിക്കണം. ഒരു കുട്ടിയെ കൊണ്ടുപോയി ചേർത്തുന്ന ഹോസ്റ്റലിൽ ഇസ്ലാമികമായ അന്തരീക്ഷത്തിന്റെ ഒരു അടയാളവും ഒരു വിഷയവും അവിടെ ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിനെ പടിയിറക്കുന്നതിൽ ഒന്നാമത്തെ മെമ്പറായിട്ട് ബാപ്പ സഹായിച്ചു എന്നാണ് വിലയിരുത്തേണ്ടത്. കൊണ്ട് താമസിക്കുന്ന ഹോസ്റ്റലിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു സിറ്റുവേഷനും ഇല്ല. അതാണ് കൊണ്ടുപോയി ചേർത്തുന്നത്. ബാപ്പയുടെ കണക്കൂട്ടൽ എങ്ങനെയാ? 5 വർഷം കഴിഞ്ഞാല് ഒരു ജോലി കിട്ടും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 35-40 കിട്ടും മാസം. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു 30 ഇങ്ങോട്ട് ഒരു 10 ചെലവിന് മോൾക്ക് കൊടുത്താൽ 30 ഇങ്ങോട്ട് വരുമല്ലോ. അങ്ങനെ 3 മാസമാകുമ്പോ 90,000 ആവൂലേ? സുബ്ഹാനല്ലാഹ്, 4 മാസമാകുമ്പോൾ 1,20,000 ആവൂലേ? ഇതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ? പിന്നെ ഏതാ അഡ്ജസ്റ്റ്മെന്റ്? സഹോദര, അത് ദുനിയാവാ. പക്ഷേ ഈ ദുനിയാവിനപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് പോകാൻ വിജയത്തിന്റെ ശീലങ്ങളായി കിട്ടേണ്ടതിന് മുഴുവനും ആദ്യമായിട്ട് തന്നെ നീ നിർത്തലാക്കി കളഞ്ഞു. നിന്റെ മകൾ പോയി താമസിച്ച ആ ക്യാമ്പസിൽ നിന്റെ ആൺകുട്ടി പോയി താമസിച്ച ക്യാമ്പസിൽ കൂട്ടുകാരായി വർത്തിക്കുന്നത്, അവരുടെ കൂട്ടുകാരികളായ സഹവാസികളായി വർത്തിക്കുന്നവർ തീർത്തും
മറ്റു ദേശക്കാരും മറ്റു ഭാഷക്കാരും വിവിധ സംസ്കാരവുമുള്ള ആളുകൾ ഇസ്ലാമിക സംസ്കാരങ്ങളുമായി ഒരു നിലക്കും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിൽ ആ ബാപ്പക്ക് അത്ര മേൽ പഠിപ്പിക്കണം നിർബന്ധമുണ്ടെങ്കിൽ ആ കുട്ടി പഠിക്കുന്നിടത്ത് എവിടെങ്കിലൊക്കെ ഒരു റൂമോ അല്ലെങ്കിൽ ഒരു വീടോ വാടകയ്ക്ക് എടുത്തിട്ട് ആ കുട്ടി അവിടെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പഠിക്കുന്ന രൂപത്തിൽ 2 വർഷമാണെങ്കിൽ 2 വർഷത്തിന് വാടക കൊടുത്ത്, എന്നാലും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് തെറ്റിപ്പോകരുതെന്നുള്ള നിർബന്ധത്തോടുകൂടി ആ കുട്ടിയെ പഠിപ്പിക്കാം, വേറൊരു മാർഗമില്ലെങ്കിൽ. പക്ഷെ നമ്മൾ പൊതുവെ ചെയ്യൽ അങ്ങനല്ല. അത് ആ ഒരു 2 വർഷം, ആ ഒരു 3 വർഷമല്ലേ അത് സഹിക്കാം. പിന്നെ തീരെ സഹിക്കാൻ പറ്റാത്തതാണ് പിന്നീട് വാർത്തകളായിട്ട് പുറത്തു വരിക. അപ്പോൾ പിന്നെ നമ്മൾ ദ്വാരക്കാനല്ലേ പിന്നെ കാര്യമായിട്ട് വരിക, ദ്വാരക്കണം. അപ്പൊ പിന്നെ ആ ദ്വായന എത്ര പ്രസക്തി ഉണ്ടാവും നമുക്കൊക്കെ അറിയാലോ. നല്ലോണം നമ്മൾ ചിന്തിക്കണം, നല്ലോണം ആലോചിക്കണം. പിന്നെ അതിന്റെ പേരിൽ കൈകടിച്ചിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമ്മളാണ് സത്യത്തിൽ അവിടെ കൊണ്ടുപോയി ചേർത്തത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ സഹോദരങ്ങളെ. ഈ കുട്ടി പഠിക്കാൻ പോകുന്ന ഒരു ക്യാമ്പസ്, ഏത് ക്യാമ്പസും കുട്ടിക്കോളും നിങ്ങൾ, ക്യാമ്പസിന്റെ ഒരു നിയമാവലിയുണ്ട്. ആ നിയമാവലിയിൽ രക്ഷിതാവ് ഒപ്പുവെക്കണം. ഉദാഹരണം പറയാം, അങ്ങനെ നിയമാവലിയൊക്കെ ഉണ്ട്, ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്, അതൊക്കെ പറയാം, ഏതാണെന്നും ചോദിക്കണ്ട, അതൊക്കെ ഉണ്ട്. ആ നിയമാവലിയിൽ ഒരു എഴുത്തുണ്ട്, ഒരു നമ്പർ ഇട്ട്, ഒരു അക്കമിട്ടൊരു എഴുത്ത്. എന്താ? ക്യാമ്പസിനകത്ത് ശിരോവസ്ത്രം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യു പിയിലെ ചരിത്രമല്ല പറയുന്നത് കേട്ടോ, കേരളത്തില. ശിരോവസ്ത്രം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ സംഗതി കൂടി സമ്മതിച്ചിട്ട് വേണം അടിയിൽ ഒപ്പുവെക്കാൻ. ഈ 3 വർഷം കഴിഞ്ഞിട്ട് ഈ കുട്ടിക്കൊരു കുടുംബമൊക്കെ കൊടുക്കാൻ ഈ ബാപ്പ ബാധ്യസ്ഥനാണ്. ആ കുടുംബത്തിലേക്കൊക്കെ മറ്റുമൊക്കെ പോകാൻ ഈ കുട്ടിക്ക് ഇസ്ലാമികമായിട്ടുള്ള നല്ല അന്തരീക്ഷങ്ങൾ വേണം. പക്ഷെ നമ്മൾ അടിയിൽ ഒപ്പുവെക്കുന്നു ഒരൊറ്റ കണ്ണോടെ, മഞ്ഞ മാത്രം മണത്തുകൊണ്ട്. അപ്പൊ അത്രയും കാലം ആ കുട്ടി അവിടെ പഠിക്കുമ്പോ ശിരോവസ്ത്രം ധരിക്കേണ്ടതില്ല എന്നതിന് ഒരു ഉപ്പ പങ്കുവെക്കുമ്പോൾ, ഒപ്പുവെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തലമറക്കുക എന്നുള്ളത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിർബന്ധമല്ലേ? സുന്നത്തല്ലത്, സ്ത്രീക്ക് നിർബന്ധമാണ്. പുരുഷനാണത് സുന്നത്ത്. അത് വേണ്ടതില്ല എന്നുള്ളതിന് ഒപ്പുവെക്കുമ്പോൾ ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു സംസ്കാരം തകർക്കുന്നതിന് നമ്മൾ സഹായിച്ചു എന്നാണ് അവിടെ പറയേണ്ടത്. മറ്റൊരു ഉദാഹരണം, നടക്കുന്ന ഉദാഹരണം തന്നെ. എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, ഉസ്താദെ എൻ്റെ കുട്ടിയെ അവിടെ ചേർത്തു, ഇനി ഞാൻ എന്താ ചെയ്യുക? ഒരു രക്ഷയില്ല, അവിടുന്ന് പേര് വെട്ടിയിട്ട് വേറെ ക്യാമ്പസിൽ കൊണ്ടുപോയി ചേർക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ നമ്മളവിടെ ചേർത്ത് പോയില്ലേ? നിങ്ങൾ ചേർത്ത് പോയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ കേൾക്കാനാവുന്നില്ലെങ്കിൽ നിങ്ങളെ പാടുകൾ ചെയ്തോളൂ, വേറെ അതിന് മാർഗമൊന്നുമില്ല. ആ ക്യാമ്പസിനകത്തേക്ക് കുട്ടികൾ കയറിയാൽ പിന്നെ ആ കുട്ടികൾ, സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ ഒരു സൗകര്യം മാത്രമല്ല, എന്ത്? ളുഹർ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യമില്ല. 4:30 മണിക്ക് ബെല്ലടിക്കുമ്പോൾ മാത്രമേ കുട്ടികൾ ഗേറ്റ് വിട്ട് പുറത്തു പോകാൻ കഴിയുള്ളൂ. എത്ര കൊല്ലം ഈ കുട്ടി ളുഹർ നിസ്കരിക്കാതെ പഠിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്രയാണ് ഇതിന്റെ തലവേദന? എത്രയാണ് നമ്മൾ ഇസ്ലാമിനെ നമ്മൾ തന്നെ കൊന്ന് തകർക്കുന്നത്? എത്രയാ നമ്മൾ ആലോചിച്ചിട്ടില്ല. അല്ലാഹു തആല അങ്ങോട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് ഈ ആയിരക്കണക്കിന് ളുഹർ നിസ്കാരം പുറത്തിരുന്ന് അങ്ങനെ കരുതിയിരിക്കുകയാണോ? അങ്ങനെ മനസ്സിലാക്കിയിരിക്കുകയാണോ? മാസം അവിടെ ഫീസ് കെട്ടുന്നുണ്ട്, അല്ലാഹ് മാപ്പ് ചെയ്ത് കുടിക്കുകയാണോ? നല്ലോണം ആലോചിക്കണം. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ, ഒരു ഇസ്ലാമികമായിട്ടുള്ള ബന്ധം എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ എന്നെ വിളിച്ചതെങ്കിൽ ഒരൊറ്റ മറുപടിയേ പറയാനുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കുട്ടി പഠിക്കുന്ന അതേ വിഷയം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ എമ്പാടുണ്ട്. തൽക്കാലം അവിടെ നിന്ന് പേര് വെട്ടിയിട്ട് ഇങ്ങനല്ലാതെ വിടാൻ പറ്റൂല എന്ന് അവർ നിർബന്ധം പറയുകയാണെങ്കിൽ മറ്റു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കണം, ഒരൊറ്റ കാര്യം ഉദ്ദേശിച്ചിട്ട്. അപ്പൊ ഈ രക്ഷിതാവും ഇതുപോലത്തെ 10-15 രക്ഷിതാക്കൾ അവരോട് എണ്ണി പറഞ്ഞു, ഇവിടെ നിസ്കാര ഇതൊന്നും വേണ്ട, ഒരു ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കാൻ അതിനൊന്നും സാധിക്കൂല എന്ന് പറഞ്ഞവര് മാനേജ്മെന്റ്. അതിന് സാധിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ തോറ്റു കൊടുത്താൽ നമ്മുടെ ഇസ്ലാമീയത്ത് നമ്മൾ പറിച്ചു നട്ടു എന്നാ അതിന്റെ അർത്ഥം. ദുനിയാവിന് വേണ്ടിയിട്ട് ദീന് വിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്.
ഒരു വാപ്പക്കും ഒരു ഉമ്മക്കും ഉണ്ടാകരുത്. ഞാൻ മാതൃകായോഗ്യരാകണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട തലം അവിടെയാണ്. ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വാപ്പയാണ് ഉമ്മയാണെങ്കിൽ മക്കൾ ചൂഷണത്തിന്റെ ഏറ്റവും അങ്ങേയറ്റ തലവന്മാരായി മാറുമെന്നതിൽ ഒരു സന്ദേഹവുമില്ല. ചൂഷണം ചെയ്ത് ജീവിക്കാൻ പാടില്ല. ചൂഷണപരമായിട്ടൊന്നും പറ്റാൻ പാടില്ല. മക്കള് നന്നാകണമെന്ന് കൊതിക്കുന്ന വാപ്പമാരോടും ഉമ്മമാരോടും പറയട്ടെ, കഴിവിന്റെ പരമാവധി, കഴിവിന്റെ അങ്ങേ അറ്റത്തെ ശ്രമത്തോടുകൂടെ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാക്കി മാറ്റാനുള്ള ശ്രമം വേണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് കിട്ടിയ ലാഭം 1000, അത് നാളെയാകുമ്പോഴേക്ക് 1100 ആകും. ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വന്ന് വാങ്ങാൻ ആളുകൾ എമ്പാടുമുണ്ട്. ഒന്ന് കൊടുത്തിട്ട് ഒപ്പിട്ട് കൊടുത്താൽ മതി. മറ്റന്നാളാകുമ്പോഴേക്ക് 1100 ഉള്ളത് 1200 ആകും. അല്ലേ? വർദ്ധിച്ചു പോകും. വാങ്ങാൻ ആളുണ്ട്. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ആ മിച്ചമെടുത്തിട്ടാണോ റിലീഫിനും കല്യാണത്തിനും സാധുക്കളെ സഹായിക്കാനും എല്ലാ സംഗതികൾക്കും കൊടുക്കേണ്ടത്? മക്കളെ തീറ്റിപ്പോറ്റാനും അതാണോ കൊടുക്കേണ്ടത്? മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ വളർന്നുണ്ടായത് നരകമാണ് അതിനോട് കൂടുതൽ കണക്ഷൻ ചെയ്തിരിക്കുന്നത്, സ്വർഗമല്ല. ഒരൊറ്റ ചൊളക്കാരക്ക വായിലേക്കൊന്നിട്ട് ചവച്ചപ്പോഴേക്ക് ചെറിയ കുട്ടിയായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടിയല്ലേ, മുറ്റത്ത് കൂട്ടിയിരിക്കുന്ന വീടിന്റെ ഒരു ഭാഗത്ത് കൂട്ടിയിരിക്കുന്ന കാരക്ക കൂമ്പാരത്തിൽ നിന്ന് സാധുക്കൾക്ക് വിതരണം ചെയ്യാനുള്ള സക്കാത്തിന്റെ സ്വത്താണത്. 8 വിഭാഗത്തിന് കൊടുക്കാനുള്ള സക്കാത്തിന്റെ സ്വത്തിൽ നിന്ന് ഒരു ചൊള കാരക്ക എടുത്ത് വായിലിട്ടൊന്ന് കുറിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് കവിളിന്റെ ഇരുഭാഗങ്ങളും പിടിച്ചിട്ട് തുപ്പുമോനെ, തുപ്പിക്കളയണം. തുപ്പിക്കളഞ്ഞിട്ട് മുഴുവനും പുറത്തേക്ക് തള്ളിയിട്ട് തങ്ങൾ പറഞ്ഞു, അമാ തഅലമു അന്നാ ലാ നഅകുലു സ്വദഖ. അറിയില്ലയോ മോനെ, നമ്മൾ ഈ സക്കാത്ത് ഭക്ഷിക്കാൻ പാടില്ലാത്തവരാണ്. ഇത് നമുക്ക് അനുവദനീയമായതല്ല. ഇത് പറയുന്നത് ആരോടാണ്? മുക്കല്ലഫായ ഒരു വ്യക്തിയോടാണോ? അല്ല, ചെറിയ കുട്ടിയോടാണ്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു വയസ്സിന്റെ വ്യത്യാസമുള്ള ജ്യേഷ്ഠനും അനുജനും കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കളിക്കടയിൽ ഒരു ചൊളക്കാരൊക്കെ എടുത്തൊന്ന് വായിലിട്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിപ്പോയി, നമുക്കിത് ഭക്ഷിക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് സർവവ്യാപകമായിട്ട് പറഞ്ഞാൽ പലരും ചിന്തിച്ചു പോകും, ഉസ്താദേ അതൊന്നും ഈ കാലഘട്ടത്തിൽ പറയേണ്ട വിഷയമല്ല, അതൊക്കെ പണ്ട് 6-ാം നൂറ്റാണ്ടിലൊക്കെ പറയേണ്ട വിഷയമാണ്. പച്ച ഹറാമായ സംഗതികളിലൂടെ പണം സമ്പാദിക്കുന്ന ഏർപ്പാടുകൾ ധാരാളമുണ്ട്. നഊദുബില്ലാഹ്, നമ്മൾ നന്നായി സൂക്ഷിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരിക്കലും ഒരു രൂപത്തിലും ഹറാമായ ഭാഗത്തിലൂടെ പണം പറ്റാതിരിക്കുക. നല്ല സമ്പാദ്യങ്ങൾ എത്രയോ ദുനിയാവിൽ ഇപ്പോഴുമുണ്ട്. നല്ല നല്ല കച്ചവടങ്ങളുണ്ട്, നല്ല നല്ല കൃഷികളുണ്ട്, നല്ല നല്ല ഏർപ്പാടുകളുണ്ട്. അതിലും പല ഭാഗങ്ങളിലൂടെയും ചതിപ്രയോഗങ്ങൾ വരും. നല്ല ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകണം. നല്ല ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ഇത് ആലപ്പുഴ ജില്ലയിലെ ഇവിടെ ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു കമ്പനി നടത്തുന്ന ഒരു കൂട്ടുകാരൻ. പൊടിയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്. പൊടി ഇങ്ങനെ ഉണ്ടാക്കി കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ അല്ലാഹു തആലാനെ തൗഫീഖ് കൊണ്ട് നല്ല ലാഭമാണ് എനിക്ക്. നല്ലോണം ദ്വാരം നല്ലോണം സ്വതക്കൊക്കെ കൊടുക്കും. ഇത് തുടങ്ങാൻ വേണ്ടി പോയപ്പോൾ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് ആ സുഹൃത്ത് ചെന്നു. ഉസ്താദ് ഒരു 2000 രൂപ എടുത്തു കൊടുത്തു, നിങ്ങൾ തുടങ്ങിക്കോളി.
കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബർക്കത്തിന്. പക്ഷെ ഉസ്താദ് പറഞ്ഞു, ഒരൊറ്റ കാര്യം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ രൂപത്തിൽ പോലും തകർച്ച വരില്ല. എന്താ ഉസ്താദ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്തൊക്കെ നിങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും മറ്റൊക്കെ കടം വാങ്ങിക്കോളും, ഘട്ടം ഘട്ടമായിട്ട് വീട്ടിയാൽ മതി. പക്ഷേ പലിശയുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ രൂപ പോലും നിങ്ങൾ കൈപ്പറ്റരുത്. ഇപ്പൊ ഈ റബീ ലെവലിനാണ് ഞാൻ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒന്ന് കയറിയത് കാണാൻ വേണ്ടിയിട്ട്, ഇവിടെ പരിപാടിക്ക് വന്നപ്പോൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഞാൻ ആ ഉസ്താദ് പറഞ്ഞ ആ നിർദ്ദേശം അന്നു മുതൽ ഇന്ന് വരെ കൃത്യമായിട്ട് ഞാൻ പാലിക്കുന്നുണ്ട്. എനിക്കൊരു ക്ഷീണവും അള്ളാഹു തന്നിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. കച്ചവടം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലും പ്രവാസ ലോകത്തൊക്കെ ഉണ്ട്. അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. ചൂഷണോപാധികൾ മുഴുവനും വർജിക്കുക, ബർക്കത്ത് അള്ളാഹു തരും. ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞതാണ്, വമാ ആതൈതും മിൻ റിബൽ യർബു ഫീ അംവാലിന്നാസ്. ജനങ്ങളെ സ്വത്ത് വികസിക്കാൻ വേണ്ടി നിങ്ങൾ നൽകുന്ന പലിശ പണം ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അത് വികസിക്കൂല, അത് വളരൂല, അതിന് എത്രയാണെങ്കിലും വളർച്ച ഉണ്ടാകൂല. ഏതെങ്കിലും ഒരു നിലക്ക് ഇതിന് തകർച്ച വരും. ഏതെങ്കിലും ഒരു ചൂഷണമായുള്ള വിഷയം അതിലുമായി ബന്ധപ്പെട്ട് വരും. ഒരുപക്ഷെ മനസ്സ് തോന്നും, പലരും വന്ന് ക്ഷണിക്കും അതിലേക്ക്, ഇങ്ങനെ ഒന്ന് ചെയ്യുക, അതാണ് എളുപ്പമാർഗം, പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ കോടീശ്വരനാകണ്ടേ. അങ്ങനൊന്നും വേണ്ട, ഘട്ടം ഘട്ടമായിട്ട് മതി. എന്തിനാ ഒരാഴ്ച കൊണ്ട് തന്നെ അങ്ങനെയാണ് പേര് വരാനാ? ആവശ്യങ്ങൾ അങ്ങനെ സാധിച്ചു കിട്ടിയാൽ പോരെ, അതിലേ ബർക്കത്തുണ്ടാകുള്ളൂ. സമ്പത്ത് സമ്പാദിക്കുന്നത് നല്ല രൂപത്തിലാണെങ്കിൽ, ധർമ്മബോധത്തോടെയാണെങ്കിൽ, ബൂരിക്കലഹൂഫി, അതിലവന് ബർക്കത്ത് നൽകപ്പെടും. അവൻ സമ്പത്ത് സ്വരൂപിക്കുന്ന നല്ല രൂപത്തിലല്ലേ, ബർക്കത്ത് നൽകപ്പെടൂല. വകാന ഷഹീദൻ അലൈഹി യൗമൽ ഖിയാമ, ആ സമ്പത്ത് ഖിയാമത്ത് നാളിൽ അവന് പ്രതികൂല സാക്ഷിയായിരിക്കും. വകാന കല്ലദീ യഅകുലു വലാ യശ്ബഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ സമ്പത്ത് സ്വരൂപിക്കുന്ന ആള് ഭക്ഷണം കഴിക്കും പക്ഷേ വയറ് നിറയൂല, അങ്ങനെയുള്ള ആളുകളെ പോലെയാ. ഭക്ഷണം എത്ര കഴിച്ചാലും വയറ് നിറയാത്ത ഒരു ജീവിയുണ്ട് നമ്മളെ നാട്ടിൽ, അറിയാം. അതിനാണ് കൽബ് എന്ന് പറയാ, നായ. അത് ഭക്ഷണം കഴിക്കുന്തോറും അതിന് വിശപ്പ് കൂടുക ചെയ്യാം. നായയുടെ വിശപ്പ് എന്നാണ് അത്തരത്തിലുള്ള സംഗതിയെ പറ്റി പറയാം. നായക്ക് വിശപ്പ് മാറൂല. എത്ര അധികം കഴിക്കുന്നോ അത്രയും അധികം വിശപ്പ് ഇങ്ങനെ കൂടി വരും. അതേപോലെയാണ് ഈ രൂപത്തിൽ സമ്പത്ത് സ്വീകരിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നമ്മുടെ മക്കൾ നല്ല സന്താനങ്ങളാകണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അവർക്ക് കൊടുക്കുന്ന സമ്പാദ്യം മുതൽ ബാപ്പയും ഉമ്മയും ഉണ്ണുന്ന ഭക്ഷിക്കുന്നത് കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ച് ഹലാലിൽ നിന്ന് തന്നെയാവണം. അപ്പോഴാണ് അതിന്റെ പരിശുദ്ധി ലഭിക്കുക. അപ്പോഴാണ് ആ രൂപത്തിലുള്ള നല്ല പവർ ലഭിക്കുക. അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശിഷ്യന്മാർ, സ്വഹാബിമാർ, അവരെത്ര വലിയ സൂക്ഷ്മതയാണ് ആ വിഷയത്തിൽ കാണിച്ചത്. താബിയുകളും തബഉ താബിയുകളൊക്കെ നമ്മളിവിടെ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ സ്വഭാവം എന്താ? എത്ര വിശന്നാലും ആര് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താലും ചോദിക്കൂ, ഇത് എവിടുന്നാണ്, ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയത് ചോദിക്കൂ. മറ്റേ ആൾ, അയാൾക്ക് എവിടുന്നാ കിട്ടിയത്? അയാൾക്കോ ശരിക്കും അത് ക്ലിയർ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ എന്നാ വെക്ക്, നമുക്ക് കഴിക്കുക, അല്ലേ വേണ്ട കൊണ്ടുപോയിക്കോ. ഇഷ്ടം പോലെ മക്കളെ മഹാനവർകളും പോറ്റിയിട്ടില്ലേ? ആ മക്കളൊക്കെ മണിമുത്തുകളായി വന്നില്ലേ? 49 മക്കളെ അള്ളാഹു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന് നൽകിയിട്ടുണ്ട്. 49 മക്കളിൽ മഹാനവറുകൾ വഫാത്താകുമ്പോൾ 14 മക്കൾ ശേഷിക്കുന്നുണ്ട്. ഒരാണും 13 ഒരു പെണ്ണും 13 ആണും. അത്രയും മക്കളെ പോറ്റി വളർത്തിയിട്ട് ദീനിന് ഖിദ്മത്തെടുക്കാൻ പറ്റുന്ന നല്ല പക്വതയിലും പാകതയിലും എത്തിച്ചതിന്റെ പിന്നിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെയും പത്നിമാരുടെയും ജീവിതത്തിലെ സൂക്ഷ്മത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയുമ്പോൾ, സാമ്പത്തികമായിട്ട് ഉസ്താദെ പരാധീനതൊന്നും നിങ്ങളാ പറഞ്ഞുകൊണ്ടും തീരൂല. നമ്മളെ വിശ്വാസത്തിന്റെ വൈകല്യമാണ്, കുറവാണ്.
നേർക്ക് നേരെ ഇബാദത്ത്, അതിനാണെങ്കിൽ മുൻഗണനല്ല. എവിടുന്നെങ്കിലൊക്കെ കിട്ടുന്നത് വാരി വലിച്ചിട്ട് അത് ദഹിക്കാതെ എങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോ എത്ര അധ്വാനിച്ചാലും എവിടെ എത്തൂല, എവിടെ എത്തിക്കാൻ കഴിയൂല. അള്ളാഹു കണക്കാക്കിയൊരു കാലല്ലേ ദുനിയാവിൽ ഉണ്ടാവുള്ളൂ, അതിലപ്പുറം ഉണ്ടാകുമോ? ആ ഉള്ള കാലത്തുള്ള സമ്പാദ്യം അത് പരിശുദ്ധമാക്കിയെടുക്കാനുള്ള കഠിന ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോഴേ മക്കളിൽ നല്ല ഗുണം നമുക്ക് കാണാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, മക്കളെ ദാ ഒന്ന് സൈലന്റ് ആയി, കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ നല്ല പൊതി തരും കേട്ടാ. ആ കുറച്ചു നേരം ഒന്ന്, നല്ല പൊന്നു മക്കളല്ലേ, കുറച്ചു നേരം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, നിങ്ങൾ റളിയല്ലാഹുവിനെ ഉറക്കെ ചൊല്ലി, നല്ല മക്കളാണൊക്കെ. ഉമർ ബിൻ ഖത്താബ്, മാഷാ അല്ലാഹ്. മഹാനവർകൾ രാത്രി ഇങ്ങനെ ഊര് ചുറ്റി നടക്കുമ്പോ കൂടെ മഹാനവറുകളുടെ സഹായിയായിട്ട് അസ്ലം എന്ന് പറയുന്ന മഹാനും കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടാകും എപ്പോഴും. രണ്ടുപേരും ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വീട്ടിലെ സംസാരം കേട്ടു. എല്ലാവർക്കും ചരിത്രം അറിയാലോ. ആ വീട്ടിലുള്ള ഉമ്മ മകളെ വിളിച്ചിട്ട് പറയുന്നു, മോളെ നേരം അർദ്ധരാത്രി കഴിഞ്ഞില്ലേ, ഏകദേശം പാതിരയോട് അടുക്കാനായല്ലോ, ആ പാലിൽ കുറച്ച് വെള്ളം ചേർക്കണം. എന്തിന്? രാവിലെ കൊടുക്കുന്ന നേരത്ത് കുറച്ച് ലിറ്റർ കനം കൂടാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ ചേർത്തതാവുമ്പോ ചിലപ്പോൾ പെട്ടെന്ന് പിടികൂടിയാലോ. അപ്പൊ ജോയിന്റ് ആയിക്കോട്ടെ, കുറച്ച് പാലിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർക്കണം. മകള് പറഞ്ഞു, ഉമ്മ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശമുണ്ട്, പാല് വിൽപ്പന നടത്തുന്നവർ പാലാണ് വിൽക്കേണ്ടത്, വെള്ളം ചേർത്ത പാല് വിൽക്കരുത്. വെള്ളം ചേർത്തിട്ട് പാല് കുടിക്കേണ്ടവർ കുടിച്ചോളൂ, അത് അവനാം പാല് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് വിൽക്കുന്ന പാല് പാലായി വിൽക്കണം. അല്ലെങ്കിൽ വിൽക്കുന്ന ആള് പറയണം പകുതി പാലാണ് പകുതി വെള്ളമാണ്, അപ്പൊ പകുതി കാശ് കിട്ടും അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ബുദ്ധിമുട്ടുന്ന ഇത് വെള്ളത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ വിറ്റാ ബുദ്ധിമുട്ട് തന്നെയല്ലേ? വെള്ളത്തിനൊരു വിലയില്ല, പാലിന് മാത്രമേ വിലയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ? വെള്ളത്തെ പരിഗണിക്കണ്ടേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞാൽ മതി പകുതി പാലും പകുതി വെള്ളമാണ്, അപ്പൊ പകുതി കാശ് കിട്ടുമല്ലോ, അപ്പൊ കറക്റ്റായി. പക്ഷെ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുപോകും? വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ഉമ്മ പറഞ്ഞു, മോളെ നേരെത്രയായി? ഉമർ റളിയല്ലാഹുവിനൊക്കെ ഉറങ്ങിക്കാണൂലേ? മകള് പറഞ്ഞു, ഉമ്മ, ബാഹ്യതലത്തിൽ നമ്മൾ ഉമർ റളിയല്ലാഹുവിനെ ഖലീഫയായിട്ട് അനുസരിക്കുക, രഹസ്യ സ്വഭാവത്തിൽ ഉമർ റളിയല്ലാഹുവിനെ ഇനി എതിര് ചെയ്യുക, അത് ശരിയല്ലല്ലോ. ഖലീഫയുടെ നിയമം അനുസരിക്കുന്ന ആളുകളാണെങ്കിൽ പരസ്യത്തിലും അനുസരിക്കണം, രഹസ്യത്തിലും അനുസരിക്കണം. പരസ്യ ജീവിതത്തിൽ മാത്രം നമ്മളെ ഖലീഫയാണ്, നമ്മൾ അനുസരിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രഹസ്യ ജീവിതത്തിലും അനുസരിക്കണ്ടേ നമ്മൾ. പിന്നെ ഉമ്മ ഒന്നും പറഞ്ഞില്ല. മകൾ അങ്ങനെ മറുപടി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ നിൽക്കുന്ന അസ്ലം എന്ന് പറയുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, അസ്ലമേ മോനെ, ഈ വീടിന് ഒരടയാളം വെക്കണം എന്ന് പറഞ്ഞു. വീടിനൊരു അടയാളം വെക്കാൻ രണ്ടുപേരും പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം അസ്ലം എന്ന് പറയുന്ന സഹയാത്രികനെ വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ നമ്മൾ രാത്രി സംസാരം കേട്ട വീടില്ലേ, ആ വീട്ടിലേക്കൊന്ന് പോയി വരണം. ആരൊക്കെയാണ് ആ വീട്ടിലുള്ളതൊന്ന് കണക്കെടുത്ത് വരണം. ഒരു ഉമ്മയുടെയും മകളുടെയും സംസാരമാ നമ്മൾ കേട്ടത്. ആ ഉമ്മക്ക് ഭർത്താവുണ്ടോ? ആ മകള് വിവാഹിതയാണോ? അതൊന്ന് അന്വേഷിച്ചു വരണം. അസ്ലം എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ അത് അന്വേഷിച്ചു വന്നു. ഉമ്മക്ക് ഭർത്താവില്ല, ഉമ്മ വിധവയാണ്, ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. ഈ സംസാരിച്ച മകളോ വിവാഹപ്രായം എത്തി നിൽക്കുകയാണ്, കല്യാണം കഴിച്ച് അയച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു മക്കളെ വിളിച്ചു, മക്കളോട് പറഞ്ഞു, മക്കളെ, ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളോട് അന്വേഷിച്ചു, നല്ല സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും വിവാഹം ഉദ്ദേശമെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാം. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇണകളുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാത്തു നിൽക്കൂലായിരുന്നു, അത്രയും സ്വാലിഹത്തായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ നിങ്ങൾ ആരെങ്കിലും വിവാഹം ചെയ്യുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു മക്കളോട് ചോദിച്ചപ്പോ ആസിം എന്ന് പറയുന്ന മകൻ പറഞ്ഞു, ഉപ്പാ, ഞാൻ വിവാഹം ചെയ്തിട്ടില്ലല്ലോ,
ആ കുട്ടിയെ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരണം. ആസിം എന്ന് പറയുന്ന മകൻ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ, ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു. അവർക്കൊരു പെൺകുട്ടിയുണ്ടായി. ആ പെൺകുട്ടിയെ പിന്നെ കല്യാണം കഴിച്ച് അയച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടായ മഹാനാണ് രാജ്യം ഭരിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബാപ്പക്കും ഉമ്മക്കും ആ പരിശുദ്ധി വന്നപ്പോ നമ്മൾ പറയാറില്ലേ, വിത്ത് ഗുണം. അതാ പറയുന്നത് വാക്യത. എല്ലാവരും ചിന്താവത് പറയണത് ആ 10 ഗുണം. ആ ഗുണമാണ് കണ്ടത്. നല്ല പത്തരമാറ്റിന്റെ പവർ, പരിശുദ്ധി ബാപ്പയിലും ഉമ്മയിലും വന്നപ്പോ പേരക്കുട്ടി നോക്ക് നിങ്ങൾ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എത്ര വലിയ നീതിമാനായ ഭരണാധികാരിയാണ്. മഹാനവറുകൾ 2 വർഷവും ചില്ലറ മാസേ ഭരിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഭരണത്തിനിടക്ക് ചെന്നായക്കും നായക്കും ഇടയിൽ വരെ നീതി പഠിപ്പിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് ഒരു കൂട്ടം മഹാന്മാർ ഒരു വഴിക്ക് പോകുമ്പോ ഒരു ഭാഗത്ത് ചെന്നായ മേഞ്ഞ് തിന്നുന്നുണ്ട്, വേറൊരു ഭാഗത്ത് തൊട്ടപ്പുറത്ത് തന്നെ ആടുകളും മേഞ്ഞ് തിന്നുന്നു. ചെന്നായെ കണ്ടിട്ട് ആട് ഓടുന്നില്ല, ആടിനെ കണ്ടിട്ട് ചെന്നായ പിന്നാലെ ഓടുന്നില്ല. വല്ലാത്ത സൗഹൃദം. അപ്പൊ ആ മഹാന്മാര് പറഞ്ഞു, ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ജനങ്ങൾക്കിടയിൽ മാത്രമല്ല നീതി പഠിപ്പിച്ചത്, സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് മാറി നിൽക്കുന്ന 2 വിഭാഗം ആളുകളാണ് ആടും ചെന്നായും. ഇവർക്കിടയിൽ വരെ സൗഹൃദവും നീതിയും പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും പരിശുദ്ധിയുള്ള ഭരണം. ആ ഭരണം ഭരിച്ചത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. അവരെ ബാപ്പയുടെ ബാപ്പ, ഉമ്മ, അവരൊക്കെ ഒന്ന് പരിശുദ്ധി ആലോചിച്ച് നോക്കൂ. ആ ഒരു പരിശുദ്ധിയാണ് നമ്മുടെ മക്കളുടെയും സൽസ്വഭാവത്തിനും ഗുണത്തിനും അവരുടെ മേൽക്കോയ്മക്കും പരിശുദ്ധിക്കും പ്രധാനപ്പെട്ട കാരണം. പ്രധാനമായിട്ടും അതാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം. മറ്റൊരു കാര്യം പറയട്ടെ, മക്കൾ അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബാപ്പമാരും ഉമ്മമാരും അവരുടെ ബാപ്പമാർക്കും ഉമ്മമാർക്കും വേണ്ടത്ര ഖിദ്മത്ത് ചെയ്തിരിക്കണം. ബിർറൂ ആബാഅക്കും തബിർറുക്കും അബ്നാഉക്കും. നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? മക്കളിൽ നിന്ന് നല്ല അനുസരണം പ്രതീക്ഷിക്കാം. നമ്മൾ വേണ്ടതുപോലെ നമ്മളെ വാപ്പാനെയും ഉമ്മാനെയും നോക്കാതെ നമ്മളെ മക്കൾ നമ്മളെ നന്നായി അനുസരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമല്ലേ, അത് വെറുതെ. അതിൽ യാതൊരു കഴമ്പുമില്ല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളെ വാപ്പാനോടും ഉമ്മാനോടും എത്ര ബഹുമാനവും സ്നേഹവും അനുസരണവും അനുകമ്പയും നമ്മുടെ മനസ്സിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഭാഗത്തിലൊക്കെ വന്നിട്ടുണ്ടോ, അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളെ മക്കളിൽ നിന്നും. അവർ നമുക്ക് ഗുണം ചെയ്യണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കേണ്ടതില്ല, സ്നേഹിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സ്നേഹിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഉമ്മാക്ക് തങ്ങൾക്ക് കൂടുതൽ ഖിദ്മത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തങ്ങളെ പോറ്റി വളർത്തിയ, മുലയൂട്ടിയ മാതാക്കളും പോറ്റി വളർത്തിയ മാതാക്കളും പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ തങ്ങൾ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മക്കളുടെ അനുസരണം ചെറുതാണോ? 4 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കുറെ കാലം ജീവിച്ചില്ലേ? 4 പെൺകുട്ടികൾ. എന്തായിരുന്നു അവരെ സ്നേഹവും അനുസരണവും? എത്രയായിരുന്നു അവരെ ബഹുമാനം? എങ്ങനെയായിരുന്നു അവരെ സ്നേഹം? ജനങ്ങൾ അത് അറിഞ്ഞില്ലേ, അനുഭവിച്ചില്ലേ? അതിന്റെ പ്രധാനപ്പെട്ട ഒരു തത്വം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മാതാക്കളായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടിയൊരു മാതാവാണ്. തങ്ങളെ പരിചരിച്ച മറ്റൊരു ഉമ്മയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ. അതുപോലെ മറ്റൊരു മാതാവാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹാ. ഒരുപാട് പരിചരണവും ശിക്ഷണവും നൽകിയ മഹദിയാണ്. ഇവരെയൊക്കെ വല്ലാതെ സ്നേഹിച്ചപ്പോ, ബഹുമാനിച്ചപ്പോ അതിന്റെ ഫലം, അതിന്റെ ഗുണഫലം മക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം സന്ദർഭങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ധാരാളം പഠിക്കാം. ഒരു
ഒരു തവണയല്ല, 2 തവണയല്ല, പല തവണ നമുക്ക് കാണാം തങ്ങളെ അനുസരിച്ചത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു നോട്ടം നോക്കിയാൽ, ഒരു വിഷയം നിർദ്ദേശിച്ചാൽ അതിൽ നിന്ന് 1 ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രൂപത്തിൽ വളരെ സ്നേഹത്തോടെയല്ലേ മക്കൾ ജീവിച്ചത്. പ്രയാസങ്ങൾ സഹിക്കാൻ പറഞ്ഞപ്പോ സഹിച്ചു. ജീവിതത്തിന് പ്രാരാബ്ദങ്ങൾ വന്നിട്ട് വിഷമാവസ്ഥ പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ദിക്റല്ലേ ചൊല്ലാൻ കൊടുത്തത്. എനിക്ക് ദിക്ർ പോരാന്ന് പറഞ്ഞോ സഹോദരങ്ങളെ, ആ ദിക്റല്ലേ ജീവിതത്തിന്റെ അന്ത്യം വരെ നിലനിർത്തി പോന്നത്. എനിക്ക് നിങ്ങളുടെ അടിമകളിൽ നിന്നൊരു അടിമയെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചോ? ഇല്ല, അതിനേക്കാളും നല്ലത് ദിക്റാണെങ്കിൽ ദിക്ർ മതി. എനിക്ക് അടിമ തന്നെ വേണമെന്നില്ല, എനിക്ക് സഹായം തന്നെ വേണമെന്നില്ല. വലിയ സഹായം ദിക്റാണെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അനുസരണം പോലെ മറ്റു എല്ലാ മക്കളും അനുസരിച്ചതും സ്നേഹിച്ചതും വേറിട്ട രൂപത്തിൽ തന്നെയാണ്. സാമ്പത്തികമായിട്ട് ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചെറിയ ക്ഷീണം വന്നപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം താമസിക്കുന്ന ഒരു ഘട്ടമാണ്. ഹലീമ ബീവി ഇങ്ങനെ വരികയാണ്. ത്വായിഫിൽ നിന്നല്ലേ വരുന്നത് മക്കയിലേക്ക്. ഉമ്മാന്റെ വരവ് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങി ഉമ്മാനെ കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വല്ലാത്ത സ്നേഹത്തോടെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി വിഷയങ്ങളൊക്കെ അന്വേഷിച്ചു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോനെ ഇപ്പൊ വലിയ പ്രാരാബ്ദാണ്, ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ പോയി പറഞ്ഞു ഖദീജ റളിയല്ലാഹു അൻഹയോട്. ഉമ്മ വന്നിട്ടുണ്ട്, ഖദീജ ബീവിയുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്ത് കൊടുക്കണം തങ്ങൾ പറഞ്ഞോളൂ, എന്തും കൊടുക്കാം. എന്താ കൊടുക്കേണ്ടത്? തങ്ങൾ നിർദ്ദേശിക്കുന്ന എന്തും കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എങ്കിൽ 20 ഒട്ടകങ്ങളും 20 ആടുകളും കൊടുക്കാം. അതും തൊലിച്ചുകൊണ്ടാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു പോകുന്നത്. എന്ത് സന്തോഷമുള്ള ഒരു കാഴ്ചയാ. നമ്മളെ പ്രായമുള്ള ഉമ്മ അല്ലെങ്കിൽ പ്രായമുള്ള ഉപ്പ ദാ ശരിക്കും കൂടെ ശ്രദ്ധിക്കും. ഒരാവശ്യത്തിനുമില്ല, ഒരു സന്തോഷത്തിന് കയ്യിൽ വെക്കാൻ മോനെ 1000 രൂപ തന്നേ. അപ്പൊ നമ്മളെന്താ വെക്കുന്നത്? എന്തിനാണ് 1000? നിങ്ങൾക്കെല്ലാം ഞാൻ കൊണ്ടുവരുന്നില്ലേ, എല്ലാം തരുന്നില്ലേ, അങ്ങനല്ലേ എങ്ങനല്ലേ, എന്തിനാ 1000 എന്ന് ചോദിക്കണ? ഉമ്മാക്കത് എന്തിനാ ചീട്ട് കളിക്കാനാ? ബാപ്പക്കത് എന്തിനാ കുടിക്കാനാ? നിങ്ങളെ കയ്യിലും ഒരു 500 1000 ഒന്നും ഒരു കാര്യത്തിനും ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സമാധാനല്ലേ? എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഉപയോഗിക്കാന്നുള്ളവർക്ക് അങ്ങനെ അവർക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. ഒന്നിനും ഉപയോഗിക്കാനല്ലതാ ഉമ്മ അത് വെച്ചോളൂ. ഒരു സന്തോഷത്തിന് എന്താ കൊടുക്കുന്നതിന്? സന്തോഷത്തിന് കാശ് മാത്രം കൊടുക്കാൻ പാടില്ല, വേറുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ കൊടുക്കാതാ. സന്തോഷത്തിന് എന്താണോ സന്തോഷത്തിന്റെ വകുപ്പതൊക്കെ കൊടുക്കാലോ. ദിർഹമും ദീനാറുമല്ലേ പഴയ കാലത്ത് കൊടുത്തിരുന്നത്? ഇപ്പത് കറൻസി അല്ലേ, കൊടുക്കണല്ലോ. കാണാൻ വേണ്ടി, ഉമ്മാനെ കാണാൻ വേണ്ടി, ഉപ്പാനെ കാണാൻ വേണ്ടിയൊക്കെ വീട്ടിലേക്ക് വരുമ്പോ, നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് വാപ്പയും ഉമ്മയും വരുമ്പോ അവർക്ക് കൊടുക്കേണ്ട ഒരു ഹദിയയും കൂടിയാണ് ഈ സമ്പത്ത് എന്ന് പറഞ്ഞത്. ഉമ്മ ഞാൻ പോകാണ് മോനെ എന്ന് പറയുമ്പോ എന്നാ ഉമ്മ പോയിക്കോളൂ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് പറഞ്ഞു വിട്ടാ പോരാ. ഉമ്മാന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന കൊടുക്കുക, അതൊരു സന്തോഷാണ്. നിങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് പോകുമ്പോ നിങ്ങളെ കയ്യിലേക്ക് ആരെങ്കിലും ഒരു 500 1000 തരുമ്പോ നിങ്ങളെ മനസ്സിൽ എന്തൊരു സന്തോഷമുണ്ട്. എന്നാൽ നമ്മൾ കൊടുത്തിട്ട് ഏറ്റവും വലിയ സന്തോഷം കാണേണ്ട ഒരു മേഖല ഏതാ? അത് ബാപ്പയും ഉമ്മയല്ലേ. തീർത്തും അവരിൽ നിന്നല്ലേ ഉണ്ടാകേണ്ട സന്തോഷം. അവരൊന്നുമില്ല, അവർ അൽഹംദുലില്ലാ എന്ന് മനസ്സിരുത്തി അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി, അത് മതി. വേറെ ഒന്നും വേണ്ട, ഒരു ഹംദ് പറഞ്ഞാൽ മതി. ഒരു സന്തോഷത്തിന്റെ ഒരു മനസ്സ് അവർക്കുണ്ടായാൽ മതി. നമ്മുടെ വിജയത്തിന്റെ കാരണല്ലേ സഹോദരങ്ങളെ അതൊക്കെ. ബാപ്പാക്കും ഉമ്മാക്കും നമ്മൾ എത്തരത്തിൽ അനുസരിച്ചിട്ടുണ്ടോ, നമ്മളെ മക്കൾ നമ്മളെ അനുസരിക്കും. ഹദീസ് മറക്കണ്ട, ബിർറൂ ആബാഅക്കും, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. തബിറുക്കും അബ്നാഉക്കും, ബാപ്പക്കും ഉമ്മക്കും അനുസരിക്കാതെ 2 കോടി ചെലവാക്കിയിട്ട് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചാലും മക്കൾ സാമ്പത്തികമായും മറ്റുങ്ങൾ അനുസരിക്കും എന്നുള്ള പൂതി കരുതണ്ട, ഒരാളും കരുതണ്ട. എഴുതി വെച്ചോളൂ, ഞാൻ 2 കോടി ചെലവാക്കിയിട്ടാണ് അവനെ പഠിപ്പിച്ചതെന്ന്. പഠിപ്പിച്ച് ഉദ്യോഗം കിട്ടിയാൽ പറയും ബാപ്പ നിങ്ങൾ ഞാനെന്ന് പറയും. അപ്പൊ ബാപ്പ അങ്ങനെ ചിന്തിക്കുക, എന്താ എൻ്റെ മോൻ പറഞ്ഞത്?
അവനൊന്ന് ഞാനെന്നോ ഇത്രയും കൊടുത്ത് ഞാൻ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പഠിപ്പിച്ചില്ലേ? ശരി, അത് നിങ്ങൾ ബാപ്പായതുകൊണ്ട് ഞാൻ മോനായതുകൊണ്ട് പഠിപ്പിച്ചല്ലേ? ശരിയാണ്. ഇപ്പൊ എനിക്ക് ഉദ്യോഗം കിട്ടി, ഞാൻ നിങ്ങൾക്ക് തരണമെന്നില്ല, തരണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തരും. സ്നേഹമുള്ള ഒരു മകൻ അങ്ങനെ പറയൂല, ചോദിക്കാൻ കാത്തു നിൽക്കൂല. അത്രയും അനുസരണത്തോടെ സ്നേഹത്തോടെയാണോ വാപ്പാനി ഉമ്മാനി നോക്കിയത്? അവർ കയ്യിൽ കിട്ടുന്നത് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കും, ശരിക്കും കൊണ്ടുവന്ന് കൊടുക്കും. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കയ്യിലൊക്കെ ആദ്യമായി കിട്ടിയ 1000 ദിർഹം, ആദ്യം കിട്ടാണ് ഒരു 1000 ദിർഹം. അത് അവിടെ കീശയിൽ ചുരുട്ടി അവിടെ വെച്ചു, ആർക്കും കൊടുത്തില്ല. വീട്ടിൽ വന്ന് കയറുമ്പോ ഉമ്മ ചോദിച്ചു, മോനെ കയ്യിൽ കുറെ കാശുണ്ടല്ലോ? ഉണ്ട്, ഉമ്മാക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നാണ്. എന്റെ സ്വന്തം കാര്യത്തിലൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നെ ഇത്രയും പഠിപ്പിച്ച് എനിക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, ഉപ്പ ചെറുപ്പത്തിൽ എന്നെ വഫാത്തായി പോയി, ഉമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്, എന്നെ പോറ്റി വളർത്തിയത്, എന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പഠിക്കാൻ വിട്ടത്, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത് ഉമ്മയല്ലേ? ഉമ്മാക്ക് തരാൻ വേണ്ടിയാണ് 1000 ദിർഹം കൊണ്ടുവന്നത്. അതിനു വേണ്ടി കൊണ്ടുവന്നാണ്, ഉമ്മാക്ക് തരാൻ വേണ്ടിയിട്ട്. 1 ദിർഹം പോലും ഞാൻ എടുത്തിട്ടില്ല. ഈ ഒരു സ്നേഹം നമ്മുടെ മക്കളിൽ നിന്ന്, പണത്തിന്റെ വിഷയം മാത്രമല്ല, നമ്മൾ പറയാതെ കൺകുളിർമയാർന്ന അമലുകൾ അവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക്, സേവനങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക്, നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മുടെ മക്കൾ മാറണോ? പാപ്പാനെയും ഉമ്മാനെയും നല്ലോണം പോറ്റണം, നല്ലോണം സ്നേഹിക്കണം, നല്ലോണം അനുസരിക്കണം, നല്ലോണം ഗുണം ചെയ്യണം. ബാപ്പയും ഉമ്മയും രോഗിയായി ഇങ്ങനെ കിടക്കുമ്പോ, അവർക്ക് ശുശ്രൂഷകളൊക്കെ ആവശ്യം വരുമ്പോ, നമ്മളെ വക ഒരു നസീഹത്ത് അവരോട്, പ്രായമായില്ലേ, കുറച്ചൊക്കെ രോഗം ഉണ്ടാകും, നിങ്ങൾ ക്ഷമിച്ചാളി. നമ്മൾ രോഗമാകുമ്പോ മക്കളും പറയും ഇതേ അനൗൺസ്മെന്റ്, പ്രായമായില്ലേ, ക്ഷമിച്ചേക്ക്, കുറച്ച് രോഗമൊക്കെ ഉണ്ടാകും, പറയൂലേ? പറയും, അതേ അനൗൺസ്മെന്റ് പറയും. എങ്ങനെയാണോ പെരുമാറ്റം അങ്ങനെയാണ് പെരുമാറ്റം ഉണ്ടാകുക. നിവൃത്തികേട് കൊണ്ട് മുമ്പ് 4 മക്കൾ ഒരുമിച്ച് കൂടിയിട്ടൊരു ബാപ്പാനെ അടിച്ചു. അടിക്കാൻ പാടില്ലേ, പക്ഷെ അടിച്ചു. മാഷാ അല്ലാഹ്, ഇതാ അജിക്ക ദ്വാരക്കാൻ വേണ്ടി തന്നാണ്, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോ നിവൃത്തികേട് കൊണ്ട് അടിച്ചിട്ട് വീട്ടിൽ നിന്ന് തള്ളിയിട്ടു. അടിക്കരുത് ട്ടാ, അത് അബദ്ധാണ്, അടിക്കാൻ പാടില്ല. കറുത്ത കണ്ണോണ്ടുള്ളൊരു നോട്ടം പോലും പാടില്ല. മുന്നിലൂടെ നടക്കാൻ പോലും നമുക്ക് യോഗ്യതല്ല ബാപ്പാന്റെ ഉമ്മാന്റെ മുന്നിലൂടെ. ബാപ്പ ഉമ്മ അവര് നമ്മളോടൊപ്പം നടക്കുകയാണ്. എത്ര പ്രായത്തിൽ സാഹസികതമായി നടക്കുന്നവരാണെങ്കിലും ബാപ്പാനോട് നിങ്ങൾ വരും, ഞാൻ സ്പീഡിൽ നടക്കട്ടെ, അല്ല, ബാപ്പ നടന്ന് ആ കാൽപ്പാട് പിന്തുടർന്നുകൊണ്ട് പിന്നാലെ നീ നടക്കുന്ന ആ കാൽപ്പാടുകൾ പിന്തുടർന്നിട്ടുള്ള നിന്റെ നടത്തല്ലേ, എത്ര പതുക്കെയാണോ നീ പിന്നാലെ നടക്കുന്നത്, അതിനനുസരിച്ച് അള്ളാഹു നിനക്ക് തരുന്ന പവർ, നിന്റെ മക്കളിൽ അള്ളാഹു തരുന്ന ഉയർച്ച, നിനക്കത് നിർവചിക്കാൻ കഴിയില്ല, അത്രയും വലുതാണ്. ഇത്ര സമയം നീ ബാപ്പയുടെ പിന്നാലെ വേച്ച് നടന്നു വന്നത് നീ ഒരു രോഗഗ്രസ്തനായിട്ടല്ല, നിന്റെ ഉപ്പയോടുള്ള ബഹുമാനം ഒന്ന് പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. ആ ബഹുമാനത്തിന് അല്ലാഹു തആല വലിയ വിലയിരുത്ത് നടത്തുന്നുണ്ട്. നിന്റെ മനസ്സിൽ വന്ന ആ ഒരു ബഹുമാനമില്ലേ, ആ ഒരു ബഹുമാനത്തിന് പകരം അല്ലാഹു നിനക്ക് തരുന്നത് കൺകുളിർമയാർന്ന നല്ല സന്താനങ്ങളും നിന്റെ പേരമക്കളും, നീ പറയാതെ തന്നെ നിന്നെ അനുസരിക്കാനും സ്നേഹിക്കാനും യോഗ്യന്മാരാ. സഹോദരങ്ങളെ, ബാപ്പയെ തല്ലിയിട്ട 4 മക്കൾ നിവർത്തികേട് കൊണ്ട് ബാപ്പയുടെ സംസാരം അവർക്ക് പൊറുക്കാത്ത കൊണ്ട്, സഹിക്കാത്ത കൊണ്ട് അടിച്ചു, തള്ളിയിട്ടു. അവര് നിലത്തിട്ട് വലിക്കാൻ തുടങ്ങി. കൈ ചൂണ്ടിയിട്ട് പോലും ബാപ്പയോട് ഉമ്മയോട് സംസാരിക്കാൻ പറ്റൂല. അത് ശരി, കുരുത്തക്കേട് പൊരുത്തക്കേട് വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ അതിനൊരുപാട് തലങ്ങളുണ്ട്. വെറുപ്പിക്കാന്ന് പറഞ്ഞാല് അവരെ മനം മടുപ്പിക്കുന്ന ചീത്ത പറയാന്ന് മാത്രല്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ ഒരു പ്രതിരൂപം നമ്മളിൽ നിന്നുണ്ടായാൽ മതി. അതെന്താ? ഒരു മൗനം പോലും. ദേഷ്യം പിടിച്ചിട്ടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി എന്നറിയില്ലേ, അതടക്കം വെറുപ്പിക്കലാണ്. അവരുടെ ശബ്ദം നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ശബ്ദം ഉണ്ടാക്കി, ഒരു ഉറക്കൊരു ശബ്ദം, വലിയൊരു ശബ്ദം ഉണ്ടാക്കി, ചീത്തൊന്നും പറഞ്ഞല്ല, ഒരു ഒച്ചണ് ഉണ്ടാക്കി, അതും വെറുപ്പിക്കലാണ്. വെറുപ്പിക്കണമെങ്കിൽ നല്ലോണം ABCD കണക്കിന് ചീത്ത പറയണമെന്നില്ല, അടിച്ചിട്ട് നിലത്ത് തള്ളിയിടണമെന്നില്ല.
മറ്റുള്ളവരെ മുന്നിൽ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഖുർആൻ അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ തലം പറഞ്ഞത് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഒരു കാര്യം പറയുമ്പോൾ നിനക്കൊരു മടുപ്പ് തോന്നി, എന്നാൽ നിന്റെ പ്രതികരണം ഉമ്മ പറഞ്ഞ സത്യത്തിൽ അബദ്ധാന്ന് കൂട്ടിക്കോളും, ഉമ്മ പറഞ്ഞത് അബദ്ധാന്ന് കൂട്ടിക്കോളും. നിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ശരിയാകണം. നിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉമ്മാന്റെ മനസ്സിൽ വിഷമം വരുത്തുന്ന അവസ്ഥയാകരുത്. ഉമ്മ പറഞ്ഞ് തീർത്തും തെറ്റാണ്, എന്നാലും നിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയാ? വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ഈ നല്ല വർത്തമാനം പറഞ്ഞ് പിന്നെ അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉമ്മ വളരെ പതുക്കെ ഉറക്ക പറഞ്ഞിട്ട് അവരെ പേടിപ്പിക്കരുത്, അവരെ ഇരുത്തരുത് ഒരു ഭാഗത്ത്. എൻ്റെ മകൻ ഇങ്ങനൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ കഴിവുള്ള ആളാണെന്ന് ഉമ്മാക്ക് തോന്നിപ്പോകരുത്. ഇവൻ ഏതെങ്കിലുമൊക്കെ ഒരു കാവൽക്കാരനായി നിർത്താൻ പറ്റും. കാരണം കള്ളന്മാരൊക്കെ വന്ന് എത്ര ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റിയ ആളുണ്ടെങ്കിൽ വാച്ച്മാനെ പണിയോ കൊടുക്കാൻ പറ്റും എന്ന് കരുതുന്ന രൂപത്തിൽ ശബ്ദിക്കുന്ന ആളാകരുത്. വളരെ മാന്യമായിട്ട് വളരെ പതുക്കെ സ്നേഹപരമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലുള്ള പ്രതികരണം അതാ വേണ്ടത്. അടിച്ച് തള്ളിയിട്ട് നിരത്തിലൂടെ അങ്ങനെ വലിക്കുന്ന ബാപ്പാനങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോ മക്കള് വലിച്ച് 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 അവരെ പശുവിനെ കെട്ടുന്ന ആലയുടെ അടുത്തെത്തിയപ്പോ ബാപ്പ കൈകൊണ്ട് ഇങ്ങനെ താളം കാണിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഒന്ന് നിർത്തണേ ഒന്ന് നിർത്തണേന്ന് പറഞ്ഞു. അപ്പൊ മക്കൾക്കൊക്കെ തോന്നി ബാപ്പ എന്തോ മാപ്പപേക്ഷിക്കാൻ വേണ്ടി പൊരുത്തപ്പെടിക്കാൻ വേണ്ടി നിർത്താന്ന്. എല്ലാവരും നിർത്തി, വലിക്കൽ നിർത്തി. ബാപ്പ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വലിക്കരുത്. എന്താ വാപ്പ അങ്ങോട്ട് വലിക്കരുത്? അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ വാപ്പയെ ഇതുവരെ വലിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി അങ്ങോട്ട് വലിച്ചാല് അത് എനിക്ക് കിട്ടുന്ന പലിശയാകും. അതുണ്ടാകാൻ പാടില്ല. അവരെങ്ങനെയാണോ അവരെ വാപ്പാരോട് പെരുമാറിയത് അതേ പെരുമാറ്റം ഇപ്പുറത്തും പ്രതിഫലിച്ചു. അതുകൊണ്ട് നമ്മളെ വാപ്പാരോടും ഉമ്മാരോടും, അപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ ചോദിക്കാറുണ്ടാകും, ഉസ്താദെ ആ വാപ്പയും ഉമ്മയൊക്കെ മരിച്ചു പോയാലും ഇനി എന്താ ചെയ്യാം? അതിനാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു ഒരു പോംവഴി പറയുന്നുണ്ട്. അത് ചെറിയൊരു മാർഗ്ഗമൊന്നല്ല, വലിയ മാർഗ്ഗമാണ്. ബാപ്പയോടും ഉമ്മയോടും പൊരുത്തക്കേട് കാണിച്ച മക്കളോട് അവരെ പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ ബാപ്പയും ഉമ്മയും വേർപിരിഞ്ഞു പോയെങ്കിൽ അവരുടെ പാപങ്ങൾ ഓരോന്നും ഓരോന്നും പൊറുക്കുന്ന വിധത്തിൽ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് നിന്റെ മനസ്സിൽ ദുഃഖം തളം കെട്ടി നിന്നുകൊണ്ട് അവർക്ക് മാപ്പിന് വേണ്ടി നീ അല്ലാഹുവിനോട് കേഴണം. നിന്റെ അപേക്ഷ എത്ര ഭക്തിസാന്ദ്രമായി എത്ര ആത്മാർത്ഥമായിട്ട് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമായോ നിനക്ക് അല്ലാഹു തആല അവരുമായിട്ടുള്ള വെറുപ്പിന്റെ അവസ്ഥ അല്ലാഹു മാപ്പാക്കി തരും. അതിനനുസരിച്ച് നീ മാപ്പ് ചോദിക്കണം, ഇസ്തിഗ്ഫാർ ചോദിക്കണം. അവരെ പാപങ്ങൾ വൈകല്യങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണം, നിരന്തരമായി ചോദിക്കണം. ഒരു പ്രാവശ്യം ചോദിച്ച് നിർത്താനല്ല, എത്ര പ്രാവശ്യം ചോദിച്ചിട്ടാണ് അല്ലാഹു തആല മാപ്പാക്കി തരല്. ഒരു ചെറിയ വിഷയം അത് പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി 50 ദിവസം തൗബ ചെയ്തിട്ടാണ് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് ഒരു വിഷയം അല്ലാഹു മാപ്പാക്കി കൊടുത്തത്. സ്വന്തത്തിലുണ്ടായ ഒരു വിഷയം, അത് സ്വഹാബിയ. അപ്പൊ നമ്മളുടെ മാപ്പപേക്ഷ 50 ദിവസം പോരാ, 2 മാസവും പോരാ, ഒരുപാട് തവണ ഇസ്തിഗ്ഫാറിൽ നീ അങ്ങ് മുങ്ങിക്കുളിച്ച് നിന്റെ തേട്ടം കാരണം അല്ലാഹു നിന്റെ ഉമ്മയുടെ വൈകല്യങ്ങൾ മാപ്പാക്കി കൊടുത്താൽ ആ ഉമ്മയുമായി നിനക്ക് ഉണ്ടായിത്തീർന്ന അസ്വാരസ്യങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തരും. ബാപ്പയുമായി ഉണ്ടായിത്തീർന്ന അസ്വാരസ്യങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും. അതാണ് അതിനുള്ളൊരു മാർഗം. എന്നാലും വേണ്ടിയില്ല, നമ്മുടെ മക്കൾ നന്നായി കിട്ടണം, സ്നേഹത്തോടെ പെരുമാറണം. സഹോദരങ്ങളെ, മക്കളോട് സ്നേഹത്തോടെ സംഭാഷണം നടത്തണം. ഒരിക്കലും മക്കളെ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, എത്ര അനുസരണക്കേട് കാണിച്ചാലും മക്കളെ ഒരു നിലക്കും തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കേണ്ടി വരുന്ന നായയുടെ പേര് കൊണ്ട് സംബോധന ചെയ്യരുത്, പന്നിയുടെ പേര് കൊണ്ട് സംബോധന ചെയ്യരുത്. മക്കളെ വിളിക്കേണ്ടത് എത്ര സാഹസികമായ ഉപദേശമാണെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ആ വിളിയുടെ ശൈലി. അനുസരിക്കാതെ മുന്നോട്ട് പോകുന്ന മകനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം വിളിക്കുന്ന വിളി യാ ബുനയ്യ ഇർകം മഅനാ,
ഓ കുഞ്ഞുമോനെ, പൊന്നുമോനെ, നമ്മളോടൊപ്പം കപ്പലിൽ കയറിക്കോ മോനെ. അങ്ങനെയല്ലേ വിളിക്കുന്നത്? ആ കുട്ടിക്കൊരു പേരുണ്ട്. മുങ്ങിപ്പോകുന്ന ആ കുട്ടിക്ക് കൻആൻ എന്നൊരു പേരുണ്ട്. കൻആനെ എന്നല്ല നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചത്. കുരുത്തം കെട്ട മോനെ എന്നല്ല വിളിച്ചത്. പറഞ്ഞാ കേക്കാത്തോനെ എന്നല്ല വിളിച്ചത്. വേറൊരു ഭാഷയിലുമല്ല. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ. ഒരു കാര്യം അഭ്യർത്ഥിക്കുമ്പോ, സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോ ആ ഉപദേശം തട്ടേണ്ടത് അവരെ മനസ്സിലേക്കാണ്, ബാഹ്യതലത്തിലേക്കല്ല. ഉൾക്കൊള്ളേണ്ടത് അവര് മാനസികമായിട്ടാണ്. ആ ഉപദേശമേ നിലനിൽക്കൂ. ഭൗതികമായിട്ട് ബാഹ്യമായിട്ട് സ്വീകരിക്കുന്ന ഉപദേശം, അതിന് സഹോദരങ്ങളെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇല്ലാതെയായി പോകും. അതേ സമയത്ത് നല്ലോണം കേൾക്കുന്ന ഉപദേശമാണോ, ആ ഉപദേശം പിന്നീട് തിരുത്തേണ്ടി വരില്ല. അതിന് സ്നേഹത്തോടെയുള്ള തലക്കെട്ട് വേണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ ഉപദേശിച്ച ഉപദേശം അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. ആ ഉപദേശത്തിന്റെ തലക്കെട്ട് മുഴുവനും യാ ബുനയ്യ, കുഞ്ഞുമോനെ, പൊന്നുമോനെ എന്ന വിളിയാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നീ ഒരു ചെറിയ നന്മ ചെയ്താലും ചെറിയ തിന്മ ചെയ്താലും അത് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാനില്ലാത്ത അത്രയും ചെറുതാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയും. നീ ഒരു പാറക്കല്ലിന്റെ ഉള്ളിൽ പോയി മറഞ്ഞിരുന്നിട്ടാണ് ഒരു നന്മ ചെയ്തതെങ്കിലും ഒരു തിന്മ ചെയ്തതെങ്കിലും യഅതി ബിഹല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയും. അല്ലാഹു തആല ആ വിഷയം കറക്റ്റായി അറിയും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. അല്ലാഹു തആല നഗ്നനേത്രങ്ങളെ കൊണ്ടോ ഉപകരണങ്ങളെ കൊണ്ടോ കണ്ടെടുക്കാൻ കഴിയാത്ത വസ്തുക്കളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീറുൻ, മനസ്സിന്റെ ഉള്ളിലുള്ള ആന്തരിക രഹസ്യങ്ങളെ വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി അറിയുന്നവനാണ്. വലിയൊരു ഉപദേശം. ആ ഉപദേശം സ്വീകരിക്കുന്നതിന് മകനെ വിളിച്ചത് യാ ബുനയ്യ. അനുസരണക്കേടുള്ള മകൻ ഉപദേശം കേട്ട് നന്നായി 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 അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ടൊരു വലിയായി മാറിയത്. ഉപദേശങ്ങളും കൊടുക്കണം മക്കൾക്ക്. അവരോട് കണക്ഷൻ വേണം. എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ഒരു മുഖവുമായിട്ട് മക്കളെ സമീപിക്കരുത്. ബാപ്പയും ഉമ്മയും എപ്പോഴും ദേഷ്യത്തിന്റെ, കോപത്തിന്റെ, പ്രകോപനത്തിന്റെ, പ്രതികരണത്തിന്റെ, എപ്പോഴും കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, ആ ഒരു മനസ്ഥിതിയിലാകരുത് മക്കളെ സമീപിക്കേണ്ടത്. എപ്പോഴും മകനോട് ചൂടാകുന്ന സ്വഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. ഒന്ന് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കാട്ടെ. മുആവിയ റളിയല്ലാഹു അൻഹു. അത് നല്ല സദസ്സല്ലേ? നല്ല 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 ഉണർവോടെ വരണം നമ്മുടെ സദസ്സ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനവർകൾ മകനോട് എപ്പോഴും ചൂടാകും. മകന്റെ പേര് യസീദാണ്. യസീദിനോട് എപ്പോഴും ചൂടാകും. അങ്ങനെ വീട്ടിലേക്ക് ഒരു ദിവസം അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വന്നു. അത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ആളാ. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വന്നപ്പോ രണ്ടുപേരുടെയും സംഭാഷണം മകൻ അപ്പുറത്തുനിന്ന് വീക്ഷിക്കുന്നുണ്ട്. വാപ്പയും കൂട്ടുകാരനും സംഭാഷണം നടത്തുന്നത്. വാപ്പ ചോദിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹു അഹ്നഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, ഈ മക്കളെ പറ്റി നിങ്ങളെ വീക്ഷണം എന്താന്ന് വെച്ചാൽ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, മക്കളോ, അവര് ഇമാദു ളുഹൂരിന വ തിമാറു ഖുലൂബിന, നമ്മുടെ അവലംബമാണ് നമ്മുടെ മക്കൾ. അങ്ങനെ കാഴ്ചപ്പാടില്ലേ പലർക്കും? നമ്മുടെ അവലംബമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ വരുമ്പോ നമുക്ക് താങ്ങും തണലുമായി നിൽക്കാനുള്ളവരാ നമ്മുടെ മക്കൾ. നമ്മുടെ ഹൃദയത്തിന്റെ പ്രതിഫലനങ്ങളാണ്. നമ്മൾ അവരെ സ്നേഹിക്കുന്നത് മാനസികമായിട്ട്, നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലാണ് അവരെ സ്നേഹിക്കുന്നത്. നമ്മളെ അവരെ കാണാതിരുന്നാൽ, അവര് നമ്മളെ കാണാതിരുന്നാലൊക്കെ ഒരു വല്ലാത്ത ബന്ധം, അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ആ മക്കളെ വേർപിരിയാനോ അവർക്ക് നമ്മെ വേർപിരിയാനോ ഒന്നും കഴിയില്ല ആ സ്നേഹബന്ധം കൊണ്ട്. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
എൻ്റെ മകനെ പറ്റി ഞാൻ എപ്പോഴും മകനോട് ചൂടാകലുണ്ട്, കയർക്കലുണ്ട്. പക്ഷെ നിങ്ങളെ ഉപദേശം കേട്ടപ്പോൾ എൻ്റെ മനസ്സാകെ തണുത്തുപോയി. ഇനി എൻ്റെ മോനെ കാണുമ്പോ കയർക്കാനോ ചൂടാകാനോ ഒന്നും എനിക്ക് തോന്നൂല. കാരണം നിങ്ങൾ മക്കളെ പറ്റിയുള്ള ആ താല്പര്യങ്ങളും അവലംബങ്ങളും പ്രതീക്ഷകളും പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണോ മക്കളെ പറ്റി പ്രതീക്ഷിക്കുന്നത്? ഇത് വല്ലാത്ത ഒരു പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ ചൂടായാൽ കയർത്താൽ ഇങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു നിലക്കും ഒരു സ്ഥായിയായ ഒരു രൂപം ഭാവം കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇനി ചൂടാകുന്നില്ല. അന്ന് മുതൽ മുആവിയ റളിയല്ലാഹു അൻഹു മകനോട് കയർക്കുന്നതും ചൂടാകലും നിർത്തിയിട്ട് എൻ്റെ ഈ ശരീരത്തെ തണുപ്പിച്ചു തന്നതിന് എൻ്റെ വക നിങ്ങൾക്കൊരു 500 ദിർഹം എന്ന് പറഞ്ഞ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് 500 ദിർഹം കൊടുത്തപ്പോ അപ്പുറത്തുനിന്ന് മകൻ യസീദ് 1000 ദിർഹം കൊണ്ടുപോയി കൊടുത്തു. ബാപ്പയുടെ ചൂട് തണുപ്പിച്ചതിന് നിങ്ങൾക്ക് ഞാനാണ് കൂടുതൽ തരേണ്ടത്. കാരണം ആ ചൂട് എപ്പോഴും അനുഭവിക്കുന്ന ഞാനാണ്. ചിലരങ്ങനെ ഉണ്ടാകും, തിളച്ച വെള്ളം പോലെ എപ്പോഴും. ബാപ്പ ഉമ്മ, ബാപ്പ എങ്ങനെ, ഉമ്മ എങ്ങനെ, സുബ്ഹാനല്ലാഹ്. തീക്കട്ടെ, വല്ലാത്ത തീക്കട്ട. ചൂടാകേണ്ട സന്ദർഭങ്ങളുണ്ടോ? ഉണ്ട്. ചില വിഷയങ്ങൾ കർശനമായി ഉപദേശിക്കുമ്പോൾ അപ്പോഴും സഭ്യേതര പ്രയോഗങ്ങൾ നടത്തരുത്. ഇസ്ലാമിന്റെ ശൈലിയും കാഴ്ചപ്പാടും അങ്ങനെയാണ്. കാരണം നമ്മൾ ഉപദേശിക്കുന്നവർ സ്വീകരിക്കാനാണ്. നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ വിളിക്കുന്നത്, ആദ്യം തന്നെ മക്കളെ വിളിക്കുന്നത് ചെയ്ത്താനെന്നാണെങ്കിൽ പിന്നെ ചെയ്ത്താൻ തന്നെ ആയിരിക്കും. ആദ്യം തന്നെ വിളിക്കുന്നത് കൽബേന്നാണ്, പിന്നെ അത് കൽബായിരിക്കും. അപ്പൊ നമ്മൾ ആ കൽബിന്റെ വാപ്പയെന്ന് കൂട്ടിയാൽ മതി. വലിയ കൽബ് അങ്ങനല്ലേ? നായന്റെ വാപ്പക്കും നായന്റെ തള്ളക്കും വലിയ നായ വലിയ തള്ളാന്നല്ലേ പറയാം. അതേ രൂപത്തിലല്ലേ പിന്നെ കൂട്ടേണ്ടത്. അങ്ങനെ വിളിക്കാൻ പാടില്ല. എത്ര അവരനുസരണക്കേട് കാണിച്ചാലും അവരെ വിളിക്കേണ്ടത് അങ്ങനെയാണ്. പിന്നൊരു കാര്യം കൂടി പറയട്ടെ, മക്കളിൽ നിന്ന് എന്ത് അനുസരണക്കേട് വന്നാലും ബാപ്പമാരോട് ഉമ്മമാരോട് നിർദ്ദേശമുണ്ട്, പ്രതികൂലമായി പ്രാർത്ഥിക്കരുത്. ചില ബാപ്പാർക്കും ഉമ്മാർക്കും അങ്ങനെ തോന്നലുണ്ട്. നമ്മളെ ദുആ അങ്ങനെ ഉണ്ട്. സത്യത്തില് നമ്മളെ ദുആ അല്ലാഹു തആല വേഗം സ്വീകരിക്കണ ദുആയാണ്. അതുകൊണ്ട് ഇന്നെ അങ്ങനെ വിഷമിപ്പിച്ച, അങ്ങനെ ബുദ്ധിമുട്ടാക്കിയ മോനെ വെറുതെ വിട്ടാ പറ്റൂല. ഒന്ന് ദ്വാരുന്നിട്ട് അവനെ പാഠം പഠിപ്പിക്കണം. ആ ചിന്ത സ്നേഹത്തിനെതിരാ. നന്നായി കിട്ടാൻ അത് വരക്കേണ്ടത്. എത്ര നെറുകേട് കാട്ടിയാലും നന്നായി കിട്ടാൻ അത് വരക്കേണ്ടത്. എതിരായി ദ്വാരുന്നേ പിന്നെ നന്നാക്കാൻ കഴിയൂല. അത് കേടായാലും പിന്നെ ആർക്കാ നന്നാക്കാൻ കഴിയാ? അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മകനെ കൊണ്ടുവന്നു ബാപ്പ. ഈ മകൻ എന്ത് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, ഇവനൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മഹാനവറുകളുടെ ചോദ്യം, ഹൽ ദഅഉത അലൈഹി, ഈ കുട്ടിക്ക് പ്രതികൂലമായി നിങ്ങൾ ദുആ ചെയ്തിരുന്നോ? ബാപ്പ പറഞ്ഞു അതെ. ആ വലിയ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളല്ലേ കേടുവരുത്തി, നിങ്ങൾ നന്നായിക്കോളി, എനിക്ക് നന്നാക്കാൻ മാർഗമല്ല. ആരെ ദ്വാരക്കാൻ പറഞ്ഞു? വലാ തദുഉ വലാ ഔലാദിക്കും, മക്കൾക്കെതിരെ ബാപ്പമാരെ ഉമ്മമാരെ പ്രാർത്ഥന നടത്തരുത്. അനുകൂലമായിട്ടാണ് ദുആ ചെയ്യേണ്ടത്. അവര് നന്നായി കാണാനാണ് ദ്വാരക്കേണ്ടത്. നല്ല വിട്ടുവീഴ്ചയോടുകൂടെ അത്തരത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അവര് മോശക്കാരായി മാറാൻ നമ്മൾ ദുആ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷയോ അദാബോ വരാൻ വേണ്ടി മനസ്സിൽ കരുതി ദ്വാർന്നിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നത് തിരുത്താൻ വലിയ പ്രയാസമാണ്. നമ്മൾ ദ്വാരുന്നത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ആ ഖേദം പിന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അനുകൂലമായി ദ്വാർക്കണം. നല്ലവരായി കിട്ടാൻ വേണ്ടി എപ്പോഴും ദ്വാർക്കണം. നല്ല സ്വഭാവങ്ങൾ അവരെ ശീലിപ്പിക്കണം. നല്ല സ്വഭാവങ്ങൾ ശീലിപ്പിക്കുന്നതിൽ ബാപ്പയും ഉമ്മയും അവരോടുകൂടെ പങ്കുചേരണം. നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നതിൽ ബാപ്പയും ഉമ്മയും അവരുടെ കൂട്ടുകാരാകണം. സ്നേഹത്തോടെ ഉപദേശങ്ങൾ നൽകണം. നല്ല സ്വഭാവങ്ങൾ അവരുടെ രൂപത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന നല്ല മാതൃകാ യോഗ്യരാകണം നമ്മൾ. നല്ല കാര്യങ്ങളിൽ അവരെ ഭാഗവാക്കാകണം. നിങ്ങൾ കണ്ടില്ലേ, ചെറിയ ചെറുപ്പക്കാരനായ, ചെറിയ ചെറുപ്പത്തിൽ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ കുട്ടിയായ വലിയ വലുപ്പത്തിലേക്ക് ഉയരാത്ത ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അലൈഹിസ്സലാം സഹായത്തിന് കൂട്ടി. പരിശുദ്ധമായ കഅബ നിർമ്മാണം നടക്കുന്ന സമയത്ത് മകനെ സഹായത്തിന് കൂട്ടുന്നു. ഉപ്പ, നല്ല കാര്യങ്ങളിൽ മക്കളെ കൂടെ കൊണ്ടുപോകണം, നല്ല വിഷയങ്ങളിൽ മക്കളെ കൂടെ കൊണ്ടുപോകണം. അതവര് പഠിക്കാൻ വലിയൊരു മാർഗമാണ്. നമ്മുടെ ഇന്ത്യയിലെ മുൻ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം, മരണപ്പെട്ടുപോയി. APJ അബ്ദുൽ കലാം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഖുർആനൊക്കെ നന്നായി വളരെ വശ്യമായി ഓതാൻ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. കുറെ സൂറത്തുകളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്. യാസീൻ സൂറത്തൊക്കെ കാണാതെ അറിയുന്ന അദ്ദേഹം പറഞ്ഞപ്പോ ചോദിക്കുന്ന പത്രക്കാരൻ ചോദിച്ചു, എങ്ങനെയാ ഇതൊക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞപ്പോ, സുബഹി നിസ്കാരത്തിന് ബാപ്പൊരു മുഅദ്ദിനാണല്ലോ, അദ്ദേഹത്തിന്റെ ഉപ്പൊരു മുഅദ്ദിനാണ്, വാങ്ങിക്കൊടുക്കുന്ന ആളായിരുന്നു. അപ്പൊ സുബഹിക്ക് പോകുമ്പോ വാപ്പ എന്റെ കൈയും പിടിച്ചുകൊണ്ടുപോകും. പള്ളിയിലൊരു ഭാഗത്ത്, ഞാനന്ന് ചെറിയ കുട്ടിയാണ്, പള്ളിയിലൊരു ഭാഗത്ത് എന്നെ ഇരുത്തിയിട്ട് നിസ്കരിക്കുന്നവരെ നിസ്കാരം നോക്കി പഠിക്കാൻ പറയും. അതൊരു ശൈലിയാ. ഇത് നമ്മളാകെ മക്കളെ കൊണ്ടുപോലെ കല്യാണത്തിന് മാത്രം, വേറെ ഒരു സംഗതിക്കുമില്ല, വേറെ ഒരു നന്മയിലേക്കില്ല. എല്ലാ നല്ല അവസരങ്ങളിലേക്കും മക്കളെ കൊണ്ടുപോകണം, അപ്പേ അവർ നന്നായി കിട്ടുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എത്ര മക്കളുള്ള മഹാനാണ്. സ്വന്തം മുതുകിൽ നിന്ന് തന്നെ അല്ലാഹു തആല 100-ലധികം മക്കളെ നൽകിയിട്ടുണ്ട്. പേരക്കുട്ടികളല്ല, സ്വന്തം മക്കളെ. അത്രയും വലിയ സന്താന സൗഭാഗ്യമുള്ള മഹാൻ. ആ മക്കളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു സദസ്സുണ്ട് നാട്ടില്. ഒരു ഘട്ടത്തിലല്ല, വിവിധ ഘട്ടത്തില്. ഏതെങ്കിലും ഒരു സ്വഹാബി ഖുർആൻ ഓതി തീർക്കുന്ന ഖത്മിന്റെ സദസ്സറിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും ഈ മക്കളെ മുഴുവനും. വീട്ടിൽ മഹാനവറുകൾ ഖത്മ് തീർക്കുന്ന അന്ന് ഭാര്യയെയും മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇരുത്തിയിട്ട് ഖത്മിന്റെ ദുആ നടത്തും. നമ്മൾ ഖത്മിന്റെ ദുആ നടത്തണമെങ്കിൽ വാപ്പയോ വല്യപ്പയോ മരിക്കേണ്ടി വരും അവിടെ. അല്ലാതെ ഹയാത്ത് കാലത്ത് നിങ്ങളൊന്ന് കയ്യൊന്നിച്ചാണ് വീട്ടിൽ മക്കളെയും വാപ്പ ഒക്കെ കൂട്ടിയിട്ട് ഖത്ം ദുആയിരുന്ന ആൾക്കാർ ഉണ്ടാകൂല. ഖുർആൻ ഓതി ഖത്മ് തീർക്കുമ്പോ ഭാര്യയെയും ഉമ്മയെയും കുടുംബക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി മക്കളെ കൂട്ടിയിട്ട് ദുആ. ആ ദുആ അല്ലാഹു തആല ഇജാബത്ത് നൽകുന്ന ദുആയാണ്. ഖത്മുൽ ഖുർആന്റെ ദുആയിന് ഒരു നിലക്കും ഉത്തരം കിട്ടാതിരിക്കൂല. ആ ദുആ ദുആർക്കുമ്പോ ഞങ്ങളൊക്കെ നന്നാക്കണേ അല്ലാഹ്, ഇതെന്റെ മക്കളാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഉമ്മയാണ്. ഓരോരുത്തർക്കും സ്പെഷ്യലായ ദുആർക്കാലോ. ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ബാക്കിയൊക്കെ മലയാളത്തിൽ തരുന്നാ മതി, കുഴപ്പമൊന്നുമില്ല. ഹംദും സ്വലാത്തും അറബിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എല്ലാവർക്കും കിട്ടൂലേ. ബാക്കി അങ്ങ് മലയാളത്തിൽ അങ്ങ് ദ്വാരക്കുക. അവസാനം ഒരു സ്വലാത്തും ഒരു ഹംദും. എത്ര നല്ല സദസ്സാണ്. ഖത്മുൽ ഖുർആൻ തീർക്കുന്ന സമയത്തൊക്കെ മഹാനവറുകൾ ചെയ്തിരുന്നു. അതവരുടെ ഭാവിയുടെ ബാസുരതയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ, വിഷയങ്ങൾ നമ്മിൽ അന്യമായി പോയി. നമ്മിലാകെ തളം കെട്ടി നിൽക്കുന്നത് ഭൗതികതയുടെ ചില ചിത്രങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മാത്രം നന്നായി കിട്ടും എന്ന് കരുതരുത്. അങ്ങനെ ആരും ഉദ്ദേശിക്കുകയും ചെയ്യരുത്. ആത്മീയമായ വശങ്ങൾ മുഴുവനും നമ്മിൽ ഉണ്ടായിത്തീരണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നന്മക്കവരെ സാക്ഷികളാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കല്ലിങ്ങനെ പടുക്കുന്ന സമയത്ത് ആകുന്ന ചെറിയ ചെറിയ കല്ലുകളൊക്കെ കൊണ്ടുവന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മകൻ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നു. എന്തിനാപ്പോ ഈ പങ്കെടുപ്പിക്കുന്നത്? ലോകത്ത് ആ ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഭൂമിയിൽ ആദ്യമായി മലക്കുകളെ കൊണ്ട് ശിലവാകി നിർമ്മിച്ച വിശുദ്ധമായ കഅബത്തുൽ മുശറഫ, അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലാണ് ഈ മകനെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് ചെറിയൊരു ഖൈറല്ല. എല്ലാ നന്മകളിലും മക്കൾ കൂടെയുണ്ടാകണം. അതവര് നന്മ കണ്ടു പഠിക്കുന്നതിനും അതിലായി വളരുന്നതിനും വലിയ നിമിത്തമാണ്. അവരതിന് സഹായത്തിന് നമ്മൾ കൂട്ടണം. പഴയ കാലത്തൊക്കെ ഖുർആൻ ഉമ്മയോതുമ്പോ ഉപ്പയോതുമ്പോ മക്കളെ കൈകളിലും ഖുർആനാണ്. അവരും ഒരുമിച്ചിരുന്ന് ഓതുകയാണ്. എല്ലാവരും ആ നന്മയിൽ സംബന്ധിക്കുമ്പോ ആ വീട്ടിലും ആ കുടുംബത്തിലും അല്ലാഹു നൽകുന്ന ബറക്കത്ത് വിവരണാതീതമാണ്. ഖുർആൻ ഓതുന്ന കുടുംബമല്ലേ അല്ലാഹുവിന്റെ പ്രത്യേക
പ്രത്യേക റഹ്മത്തിനും ബറക്കത്തിനും അവർ കാരണക്കാരാണ്. ഒരു ഖുർആൻ ഓതുന്ന വീട് തന്നെ ആലോചിച്ചു നോക്കൂ, എത്ര ബറക്കത്തുള്ള വീടാണ്. സഹോദരങ്ങളെ, ഖുർആനിന്റെ ഓത്ത് ഒരു വീട്ടിൽ നടക്കുമ്പോ ആ വീട്ടിലുള്ള എല്ലാറ്റിനും ബറക്കത്താണ്. ആ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക്, കുടിക്കുന്ന പാനീയങ്ങൾക്ക്, എല്ലാ സംഗതികൾക്കും അതിന്റെ ബറക്കത്ത് ദായിമായി കിട്ടും. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. നല്ല സ്വഭാവങ്ങൾ, നല്ല സംസ്കാരങ്ങൾ അവരെ ശീലിപ്പിക്കണം. നമ്മുടെ നല്ല സ്വഭാവങ്ങൾ അവരും കണ്ടുപഠിക്കണം. ബാപ്പ എത്രമാത്രം അള്ളാഹുവിനെ ഖൗഫുള്ള ആളാണോ, ഉമ്മ എത്രമാത്രം ഭക്തിയുള്ള ആളാണോ, മക്കളിലും ആ ഭക്തിയും ആ ത്യാഗബോധവും ആ സന്ദേശവും നിലനിൽക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ നല്ല ഖൗഫോടെ, നല്ല ഭക്തിയോടെ ജീവിച്ചത് മഹാനവറുകളുടെ ഭക്തി മൂലമാണ്. ഭരണാധികാരിയായിരുന്നിട്ട് പോലും ഒരൊറ്റ മകനും ആർഭാടത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാകാൻ ഒരിക്കലും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. തന്റെ മക്കളിൽ ഒരു മകൻ മദീനയുടെ ചുമതലയുള്ള മകനായിരുന്നു. ആ മകൻ ഒരു മോതിരം വാങ്ങിയപ്പോ അതിന്റെ ആ മോതിരത്തിന്റെ കല്ല് വെക്കുന്ന ഈ കെട്ടിന്, കല്ലിന്റെ ഭാഗമുണ്ടല്ലോ, നമ്മളൊക്കെ മോതിര കല്ല് വെക്കുന്ന ഭാഗം, അതിന്റെ ഭാഗത്തുള്ള ആ ഒരു പീടക്ക് 1000 ദിർഹമിന്റെ വിലയുണ്ടായി എന്നുള്ള വിവരം കിട്ടിയപ്പോ കത്തെഴുതിയിട്ട് പറഞ്ഞു, മോനെ, അത്തരത്തിൽ വിലപിടിപ്പുള്ള, വില കൂടുതലുള്ള മോതിരം നീ ധരിക്കരുത്. നീ ഒരു ഭരണാധികാരിയാണ്. പാകത്തിനുള്ള ജീവിതം മതി, പാകത്തിനുള്ള ജീവിതം മതി. ഖജനാവിൽ പണമുണ്ടെങ്കിലും സ്വന്തം ആവശ്യത്തിന് ഇത്രയും അധികം ഉപയോഗിച്ചുകൂടാ എന്ന് ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകനെ നിർദ്ദേശിക്കുന്നു. രാജ്യം ഭരിക്കുമ്പോ പെരുന്നാളിന് ധരിക്കാൻ പുതുവസ്ത്രം വേണമെന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളടക്കം ഖലീഫയുടെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കയ്യിൽ പണമില്ല, എന്റെ കയ്യിൽ പണമില്ല, ഖജനാവിൽ പണമുണ്ട്. എനിക്ക് ഈ മാസം നിശ്ചയിച്ചിരുന്ന ഒരു ശമ്പളമുണ്ട്, ആ ശമ്പളം ഞാൻ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ട് ചെലവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വസ്ത്രം വാങ്ങിത്തരാൻ എന്റെ കയ്യിൽ പണമില്ല, പക്ഷേ ഖജനാവിലുണ്ടല്ലോ, ഖജനാവിലെ പണം സൂക്ഷിക്കുന്ന, നിധി സൂക്ഷിക്കുന്ന ആളോട് വന്നിട്ട് പറഞ്ഞു, അടുത്ത ഒരു മാസത്തെ ശമ്പളം നേരത്തെ എനിക്ക് നൽകുമോ? ആ ഖാസിനുൽ മാല്, പണം സൂക്ഷിക്കുന്ന ആള് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു, എന്തിനാണ്? നാളെ കഴിഞ്ഞാൽ മറ്റന്നാള് നമ്മുടെ നാട്ടിൽ പെരുന്നാളാണ്, എന്റെ മക്കൾക്ക് പുതുവസ്ത്രം വാങ്ങിയിട്ടില്ല, പുതിയ വസ്ത്രം വാങ്ങാനാണ്. അപ്പോ നിധി സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരൻ ചോദിച്ചു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട്, അടുത്തൊരു മാസക്കാലം നിങ്ങൾ ജീവിച്ചിരിക്കും എന്നതിന് ഗ്യാരണ്ടി ഉണ്ടോ? അടുത്തൊരു മാസക്കാലത്തെ ശമ്പളമല്ലേ നേരത്തെ ചോദിക്കുന്നത്? അടുത്തൊരു മാസക്കാലം നിങ്ങൾ ജീവിച്ചിരിക്കുമോ? അതിന്റെ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസത്തെ ശമ്പളം നേരത്തെ തരാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, എനിക്കതിന് യാതൊരു നിശ്ചയവുമില്ല. ആർക്ക് പറയാൻ കഴിയും സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ പകല് നമ്മൾ ഉണ്ടാകുമെന്ന് ആർക്കും നിശ്ചയിച്ചുറപ്പിച്ച് പറയാൻ കഴിയൂല. അള്ളാഹുവിന്റെ നിശ്ചയമാണ്, തീരുമാനമാണ്. മഹാനവറുകൾ പണം പറ്റാതെ വീട്ടിൽ വന്നു, മക്കളെ വിളിച്ചു ഉപദേശിക്കുന്നു, മക്കളെ, ഈ പെരുന്നാൾ ഏതായാലും ഇങ്ങനെ കഴിയട്ടെ, അടുത്ത പെരുന്നാളാകുമ്പോ നമുക്ക് പുതുവസ്ത്രം വാങ്ങാം. എന്തൊരു ഉപദേശമാണ്! ആ മക്കളത് സ്വീകരിച്ചു. എന്നാ അങ്ങനെ ആയിക്കോട്ടെ ബാപ്പ, ഈ പെരുന്നാൾ ഇങ്ങനെ ആയിക്കോട്ടെ, അടുത്ത പെരുന്നാൾ വേണമെങ്കിൽ പുതുവസ്ത്രം ധരിക്കാം. കാരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ജീവിതത്തിന്റെ ശൈലി അങ്ങനെ. ബാപ്പയും പുതുവസ്ത്രം വാങ്ങിയിട്ടില്ല, അവന്റെ മക്കൾക്കും പ്രശ്നമില്ല. ഇത് ബാപ്പക്ക് മാത്രം ഉണ്ടാകുമ്പോ ഒരു വിഷമം വരുമല്ലോ. കുട്ടികൾക്ക് പുതുവസ്ത്രം വാങ്ങാൻ വേണ്ടിയാണ് ഈ കാശ് ചോദിക്കാൻ വേണ്ടി ചെന്നത്. അവരുടെ ആ ത്യാഗബോധം അതങ്ങനെ തന്നെ മക്കളിലും വന്നു. നമ്മൾ നല്ല ത്യാഗബോധത്തോടെ, നല്ല ഖൗഫോടെ, നല്ല സൂക്ഷ്മതയോടെ, നല്ല ഭക്തിയോടെ ജീവിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലൊക്കെ അല്ലാഹു ഖൈർ വർദ്ധിപ്പിക്കുമാറാകട്ടെ. വിട്ടുവീഴ്ച മനോഭാവം ഒരു വിശാലമായ വിഷയമാണ്. ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം കൂടി പൂരിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും.
വിട്ടുവീഴ്ച മനോഭാവം നല്ല രൂപത്തിൽ നമ്മിൽ ഉണ്ടാകണം. കുടുംബങ്ങളിൽ നിന്ന് എതിർപ്പുകളും ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വന്നേക്കാം. അത് കണ്ടില്ല, അവിടെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. മുന്നിലുള്ള കസേരകളിലേക്ക് ഒന്ന് കയറിയിരുന്നൊന്ന് ഫില്ല് ചെയ്തേ. അതാ മുന്നിൽ കുറച്ച് കസേര കാണുന്നു, കുറച്ച് നീല കസേര ആളിരിക്കാതെ കാണുന്നു. അവിടെ ഇവിടെ കുറച്ച് കസേര കാണുന്നു. അതിലേക്ക് ഒന്ന് കയറി ഇരുന്ന് സഹകരിച്ചാൽ മതി, ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ. ഒന്നിങ്ങോട്ടിരുന്ന ഇടയിലുള്ള കസേര ഒന്ന് തൂർത്തിരുന്നാൽ പിറകിൽ ആളുകൾ വന്നിരുന്നോളൂ. ഒന്ന് കയറിയിരുന്നാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ്. അത് മതി. ഈ ബോക്സിന്റെ സൗണ്ട് സഹിക്കൂല, ശബ്ദം സഹിക്കൂല. അപ്പോ സഹോദരങ്ങളെ, കുടുംബങ്ങളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമാവസ്ഥ നേരിട്ടാൽ നമുക്കത് വലിയ വിഷമമായി തോന്നും പലർക്കും. കാരണം എൻ്റെ കുടുംബക്കാരൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ. പുറത്തുള്ള ആളാണെങ്കിൽ ഞാൻ സഹിച്ചിരുന്നു, കുടുംബത്തിലുള്ള ആളെന്നെ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കാനാ എന്നൊരു ചിന്ത വരും പൊതുവെ. പക്ഷെ ആ കുടുംബത്തിൽപ്പെട്ട ആള്, അയാളിൽ നിന്ന് ഉണ്ടായ ആ വിഷയം നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയും, സഹിക്കാൻ കഴിയും. ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു വിഷയത്തിനാണ്. സഹിക്കാൻ പറ്റാത്ത അത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് മഹാന്മാരായ ആളുകളൊക്കെ ചെയ്തു കൂട്ടിയ വിട്ടുവീഴ്ച നിസ്സാര പ്രശ്നങ്ങൾക്ക് നമുക്ക് വലിയ പ്രേരണയാണ്. സഹിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ. ഏതായാലും അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, സാരമില്ല, ഇനി നന്നാക്കിയിട്ട് നല്ല രൂപത്തിൽ അങ്ങ് മുന്നോട്ട് പോവുക. അങ്ങനെയും വേണമല്ലോ. ഒരു കാലത്തും നന്നാകരുതെന്നും ഒരു കാലത്തും നമ്മൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കരുതെന്നും എന്നും ഒരാളും ചിന്തിക്കരുത്. അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം എന്നെല്ലാവർക്കും താല്പര്യമുണ്ട്. അത് താല്പര്യപ്പെടാത്ത ആരുമില്ല. അള്ളാഹു തആലാനെ വിട്ടുവീഴ്ച പ്രതീക്ഷിക്കുന്നവർ മക്കളെ കുറഞ്ഞ നേരം, ഞാനിപ്പോ നിർത്തും, കുറഞ്ഞ നേരം ഒന്ന് സുബൂർ ചെയ്തിരിക്കും, കുറച്ചു നേരം. മോൻ അവിടെ ഇരുന്ന കണ്ട് ശ്രദ്ധിക്കട്ടാ. മാഷാ അല്ലാഹ്. അപ്പോ നമ്മളെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന വീക്ക്നെസ്സുകൾക്ക്, അവരിൽ നിന്നുണ്ടായിത്തീരുന്ന വാക്കുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള കഴിവ്, അത് വലിയ ഒരു കഴിവാണ്. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ വിട്ടുവീഴ്ച ചെയ്ത ഒരു ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വലിയ അർത്ഥത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത ഒരു ചരിത്രം. അവിടുത്തെ പുത്രിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരു ദുഷ്പ്രചരണം, ഒരു അപവാദ പ്രചരണം മുനാഫിഖുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ബനുൽ മുസ്തലഖ് എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് ഒരു ചെറിയ ചെറുത്തുനിൽപ്പ് കഴിഞ്ഞു വരുന്ന സ്വഹാബിമാരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടപ്പോൾ സുഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്ന് പരിശുദ്ധമായ മദീനയിൽ സുഫ്വാൻ റളിയല്ലാഹു അൻഹു ആ വാഹനത്തെ നിർത്തിക്കൊടുത്തു. സുഫ്വാൻ റളിയല്ലാഹു അൻഹു നടക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ വാഹനത്തിന്റെ മുകളിലുള്ള ആ കൂടാരത്തിലാണ് ഉള്ളത്. രണ്ടുപേരും ഒരുമിച്ചിരിക്കല്ല. സുഫ്വാൻ റളിയല്ലാഹു അൻഹു താഴെ നടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മഹാനവറുകളുടെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്ക് മുനാഫിഖുകൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുകയാണ്, അത് കത്തിച്ചു വിടാൻ. ഈമാന്റെ കുറവുകൊണ്ട് അവർ അപവാദ പ്രചരണം ഉണ്ടാക്കി. ആയിഷ റളിയല്ലാഹു അൻഹയും സുഫ്വാൻ റളിയല്ലാഹു അൻഹയും ചേർത്തിട്ട് വലിയൊരു അപവാദ കഥയുണ്ടാക്കി. പരിശുദ്ധ ഖുർആനിൽ ആ ഒരൊറ്റ വിഷയത്തെ ഗണ്ണിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധി വ്യക്തമാക്കിക്കൊണ്ട് 18 ആയത്തുകളാണ് ഇറങ്ങിയത്, ഒന്നും രണ്ടും അല്ല. ആ വിഷയത്തിൽ കുടുങ്ങിയ പല സ്വഹാബിമാരുമുണ്ട്. മുനാഫിഖുകളുടെ ദുഷ്പ്രചരണത്തിൽ അവർ കുടുങ്ങിയെങ്കിലും ഇസ്ലാമികമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് ഹദ്ദടിയാണ്. ഖദ്ഫ്, അപവാദ പ്രചരണം നടത്തിയാൽ 80 അടിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയെ പറ്റിയാകുമ്പോൾ 80 അല്ല, 160 വരും. ഡബിളാണ് ശിക്ഷ, ഡബിളാണത്. ദുനിയാവിലും ശിക്ഷ ഡബിളാണ്, ആഖിറത്തിലും ശിക്ഷയുണ്ടെങ്കിൽ അവിടെയും അങ്ങനെയാണ്.
160 അടി അടിക്കപ്പെട്ട സ്വഹാബിമാരുമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃ സഹോദരിയുടെ പുത്രനായ ബഹുമാനപ്പെട്ട മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളെ പറ്റിയുള്ള ഈ അപവാദ പ്രചരണത്തിൽ കുടുങ്ങി എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം വലിയ വിഷമമുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ പെങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിയുടെ മകൻ സ്വന്തം മകളെ കുറിച്ച് ഒരു അപവാദ പ്രചരണം നടത്തിയാൽ സഹിക്കോ? ഇല്ല, നമ്മൾ വേഗം മറുപടി പറയും. സഹിക്കാനുള്ള കഴിവ് വേണം. അവിടെയാ വിജയം. നമ്മൾ പെട്ടെന്ന് പറയും സഹിക്കൂല, അയാളെ പെട്ടെന്ന് പുറത്താക്കി വേഗം ഒഴിവാക്കണം. ഇനി ഒരു ടച്ചും ദുനിയാവിലും ആഖിറത്തിലും ആളോടില്ല. ആഖിറൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തില്ലേ? അങ്ങനെ നമ്മളെ വാക്ക്. ആഖിറത്തിലും ഒരു ടച്ചില്ല, ദുനിയാവിലും ടച്ചില്ല. നമ്മളെ ഭാഗമൊക്കെ ക്ലിയറാന്നുള്ള നിലക്ക് ചിലരങ്ങനെ പറയും, ഇയാൾ ദുനിയാവിലും നമ്മളെ ആൾ മുണ്ടൂല, ആഖിറത്തിലും മുണ്ടൂല, ഇയാളെ ഭാഗമൊക്കെ ക്ലിയറാണ്, അതുകൊണ്ട് മൂപ്പര് മുണ്ടില്ലാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളെ ഭാഗം ചെറിയ രൂപത്തിലെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കണ്ടേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ വന്ന വിഷമത്രയുണ്ടാകും. മുനാഫിഖുകളുടെ ഭാഗത്തുനിന്നുള്ള അപവാദ പ്രചരണം ഒരു ഭാഗത്ത്, മഹാനവറുകളുടെ ചെലവിൽ കഴിയുന്ന ആ ഉമ്മയും ഉമ്മയുടെ പുത്രനും സ്വന്തം വീട്ടിലാണ്. അവർക്ക് സ്ഥിരമായി താമസിക്കാൻ വീടില്ല, ചെലവിന് വകുപ്പില്ല. മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനോടും ഉമ്മയോടും സങ്കടം കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൽക്കാലം വീട് വിട്ടു പോകാൻ നിർദ്ദേശിച്ചു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു ചോദ്യം ചോദിച്ചു. ആദ്യം ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നത് നിങ്ങൾക്ക് തൃപ്തിയില്ലയോ, ഇഷ്ടമില്ലയോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ, അല്ലാഹുവിന്റെ മാപ്പ് നിങ്ങൾക്ക് വേണ്ടയോ? അതുകൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളും പുറത്തു കൊടുക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്ത് കേട്ട ഉടനെ തന്നെ പറഞ്ഞു, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് മാപ്പ് തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് അല്ലാഹു പുറത്തു തരണം, എനിക്ക് അല്ലാഹു ഈ വിഷയം മാപ്പാക്കി തരണം. വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെയും ഉമ്മാനെയും തിരിച്ചു വിളിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങൾ ഈ വീട് വിട്ടു പോകരുത്. ഒരേ ദിവസം തന്നെയാണിത്, ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല. അവരാ വീട് വിട്ടു പോയിട്ട് വേറൊരു സ്ഥലത്ത് ടെന്റ് അടിച്ച് താമസിച്ചിട്ടില്ല. അതിനിടയിൽ ആയത്തിറങ്ങിയപ്പോൾ ആ ആയത്ത് അങ്ങനെ തന്നെ അനുസരിച്ച് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ പ്രതീക്ഷിച്ച് വീട് വിട്ട് ഇറങ്ങിപ്പോയ രണ്ട് വ്യക്തികളെയും തിരിച്ച് വിളിച്ച് വീട്ടിന്റെ ഉള്ളിൽ തന്നെ പാർപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ള ചെലവ് ഒരു കാലത്തും ഞാൻ ഉപേക്ഷിക്കുകയില്ല, അതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ നിങ്ങൾ താമസിച്ചോളണം. എന്തൊരു സ്നേഹമാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു വിശാല മനസ്കതയാണ്. ആ കുടുംബം സഹോദരങ്ങളെ ഒരു ദിവസം പോലും പിണങ്ങിക്കഴിയാതെ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ജീവിതം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണിച്ചു തരികയാണ്. സ്വന്തക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വാക്കിലോ പ്രവർത്തനത്തിലോ നിസ്സഹകരണമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നമ്മളും പ്രതീക്ഷിക്കണം. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇരിക്കും. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കുടുംബക്കാരിൽ നിന്ന് സാമ്പത്തികമായോ ശാരീരികമായോ മറ്റോ
ബുദ്ധിമുട്ടുകൾ, വിഷമാവസ്ഥകൾ വന്നാൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ അവരുമായി സഹകരിച്ചുകൊണ്ട് സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ അല്ലാഹു തആല നമുക്ക് വലിയ വിശാലത തരും. ഒന്നും ചുരുക്കൂല, വലിയ വിശാലത തരും. സാമ്പത്തികമായി മറ്റുമൊക്കെ അല്ലാഹു നല്ല കഴിവേറ്റി തരും. നല്ല മനസ്സാണല്ലോ ആ കുടുംബക്കാരൻ കാണിച്ചത്. ഇത്രയും വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടായിട്ടും അയാളത് മാപ്പാക്കി കൊടുത്തല്ലോ, നല്ലതാ. ചിലപ്പോഴൊക്കെ ബാപ്പക്ക് കടം വരുത്തിയിട്ട് മക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നഷ്ടമായിട്ട് കച്ചവടത്തിലോ മറ്റോ സംഭവിച്ചേക്കാം. ഇനിയിപ്പോ ആ മകനെ വലിച്ചെറിയാൻ പറ്റും? അത് മകൻ തന്നെയല്ലേ. വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ട് നന്നാക്കി ഉപദേശിച്ച് കൂടെ നിർത്തിയിട്ട് പോരായ്മകളൊക്കെ പരിഹരിച്ച് നല്ല നിലക്ക് കൊണ്ടുപോകുക നല്ലത്. അല്ലെങ്കിൽ രംഗം കൂടുതൽ മോശമായി പോവുകയല്ലേ ചെയ്യാം. ഏതായാലും നമ്മളെ മോനല്ലേ, അബദ്ധം സംഭവിച്ചു, സംഭവിക്കാതിരിക്കുന്നില്ലല്ലോ മനുഷ്യന്മാരല്ലേ. സാമ്പത്തികമായി മാത്രം കേട് വരാൻ പാടില്ല, വേറെന്ത് കേട് വന്നാലും കുഴപ്പമില്ല, അങ്ങനെ ആകാൻ പാടില്ലല്ലോ. ചിലരൊക്കെ അങ്ങനെയാണ്. വേറെന്തും ഞാൻ അവനൊന്ന് സഹിക്കുമായിരുന്നു, അവൻ എനിക്ക് 10 ലക്ഷം കടമാക്കി, അത് സഹിക്കാൻ കഴിയൂല. ഇനി അവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാനും കഴിയൂല, അവന് വീടുണ്ടാക്കി കൊടുക്കാനും കഴിയൂല, അവനൊന്നിനും കഴിയൂല. അവൻ അങ്ങനെ നടക്കട്ടെ, അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് നമ്മളെ മോനല്ലാതിരിക്കോ? സത്യത്തിൽ ആ സംഭവിച്ചത് അപജയമാണ്, അധർമ്മമാണ്, അങ്ങനെ സംഭവിച്ചു. ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിയിട്ട് മാപ്പാക്കി കൊടുത്തിട്ട് നല്ല രൂപത്തിൽ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുക, അതാണല്ലോ നല്ല മാർഗം, അതാണ് ഏറ്റവും നല്ല പരിഹാരം. അപ്പൊ നമ്മൾ പറയും, അവന് വേണ്ടി ഞാൻ എൻ്റെ ഇത്ര വസ്തു കൊടുക്കേണ്ടി വന്നു, അവനോടൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അപ്പൊ പലരും വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവനെ ഒന്ന് പരിഗണിക്ക്, ഏതായാലും നിങ്ങളെ മോൻ തന്നെ അല്ലേ, മേൽവിലാസം അങ്ങനെയല്ലേ വരുള്ളൂ, നിങ്ങളെ മോൻ തന്നെ അല്ലേ, ഇനി അവൻ നന്നായിക്കോളും. അവൻ നന്നാകണമെങ്കിൽ ഇനി രണ്ടാമത്തെ ദുനിയാവ് ഉണ്ടാകേണ്ടി വരും, ഈ ദുനിയാവൊന്നും അവൻ നന്നാകൂല. അങ്ങനെയൊന്നും പറയരുത്, ആ വാക്കൊക്കെ കുറച്ച് കടുപ്പേറിയ വാക്കാണ്. നമ്മളെ മക്കൾ തന്നെയല്ലേ, സംഭവിച്ചത് അപജയാണ്, ഒരു സംശയമൊന്നുമില്ല. പക്ഷേ തെറ്റാണ്, സംശയമൊന്നുമില്ല. അത് മാപ്പാക്കി കൊടുത്തിട്ട് അവരെ നന്നാക്കുന്നിടത്താണ് നമ്മൾ മാതൃകായോഗ്യരാകേണ്ടത്. നല്ല സ്വഭാവങ്ങൾ അല്ലാഹു നമുക്ക് ശീലമാക്കി തരട്ടെ. ആ നിലക്ക് കുടുംബജീവിതം നയിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു, നീട്ടിക്കൊണ്ടുപോകുന്നു.